Indian Atheist Publishers presents സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സ്വപ്നങ്ങളുടെ അപഗ്രഥനം. ശബ്ദാവതരണം സനൽ ഇടമറുക്. സ്വപ്നങ്ങളുടെ അപഗ്രഥനം. അധ്യായം 2. സ്വപ്ന വ്യാഖ്യാന രീതി. ഒരു മാതൃകാ സ്വപ്നത്തിന്റെ വിശകലനം. ഈ ഗ്രന്ഥത്തിന്റെ ശീർഷകപ്പുറത്തിൽ കാണുന്ന സ്മൃതിവാക്യം സ്വപ്നത്തെക്കുറിച്ചുള്ള എൻ്റെ നിലപാട് സൂചിപ്പിക്കുന്നുണ്ട്. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാനാകും എന്ന് തെളിയിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നത്തിന്റെ പ്രതിവിധിക്കായുള്ള എൻ്റെ സംഭാവന ഈ ഗവേഷണത്തിന്റെ ഉപോൽപ്പന്നമായാകും ലഭിക്കുക. സ്വപ്നങ്ങൾ വ്യാഖ്യാനത്തിന് വിധേയമാകും എന്ന എൻ്റെ പരികൽപ്പന നിലവിലുള്ള സിദ്ധാന്തങ്ങൾക്ക് വിരുദ്ധമാണ്. ഷേർണറുടേതൊഴികെ നിലവിലുള്ള സ്വപ്ന സിദ്ധാന്തങ്ങളാകെ എൻ്റെ പരികൽപ്പനയുമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നവയാണ്. സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുക എന്നാൽ അവയുടെ അർത്ഥം കണ്ടെത്തുകയാണെന്ന് ഷേർണറും സമ്മതിക്കുന്നുണ്ട്. സ്വപ്നത്തിന്റെ സ്ഥാനത്ത് മാനസിക പ്രവർത്തനങ്ങളുടെ ശൃംഖലയിൽ നിന്ന് ഏതെങ്കിലും പ്രാധാന്യവും മൂല്യമുള്ളതുമായ ഒരു സംഗതി പകരം വയ്ക്കുന്ന രീതിയാണത്. എന്നാൽ സ്വപ്നത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ വ്യാഖ്യാനത്തിന് വക നൽകുന്നില്ല. കാരണം സ്വപ്നം മാനസിക പ്രവർത്തനമല്ല, ശാരീരിക പ്രവർത്തനമാണെന്നാണ് ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ പറയുന്നത്. ആ ശാരീരിക പ്രവർത്തനത്തിൽ പ്രതിരൂപങ്ങൾ മാനസിക മേഖലയിൽ പ്രവേശിക്കുകയാണ് ചെയ്യുന്നതെന്ന് ശാസ്ത്രീയ സിദ്ധാന്തങ്ങൾ അഭിപ്രായപ്പെടുന്നു. ശാസ്ത്രേതര സമീപനം എപ്പോഴും ഈ സിദ്ധാന്തങ്ങൾക്ക് എതിരായിത്തീരുന്നു. എന്നാൽ ആ സമീപനം ന്യായശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലുള്ളതല്ല. സ്വപ്നങ്ങൾ ദുർഗ്രാഹ്യവും അസംബന്ധവുമാണെന്ന് ഈ സമീപനം അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് പ്രാധാന്യമൊന്നുമില്ലെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം അത് കാട്ടുന്നില്ല. അവ്യക്തമായ ഒരു ഉൾപ്രേരണയാൽ അത് സ്വപ്നത്തിന് ഒളിഞ്ഞുകിടക്കുന്നതോ സ്പഷ്ടമായതോ ആയ അർത്ഥമുണ്ടാകുമെന്ന് കരുതുന്നു. സ്വപ്നം മറ്റേതെങ്കിലും ചിന്താപ്രക്രിയയുടെ പ്രതിഫലനമാകാമെന്നും ആ ചിന്താപ്രക്രിയ ഏതാണെന്ന് കണ്ടെത്തിയാൽ സ്വപ്നത്തിന്റെ അർത്ഥം ഗ്രഹിക്കാനാകുമെന്നും ആ സമീപനം വാദിക്കുന്നു. അതിനാൽ ശാസ്ത്രേതര ലോകം എന്നും സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിരുന്നു. ഇതിനായി അടിസ്ഥാനപരമായി വിഭിന്നങ്ങളായ 2 മാർഗങ്ങളാണ് അവലംബിക്കപ്പെട്ടിരുന്നത്. ആദ്യ മാർഗം സ്വപ്നത്തിന്റെ ഉള്ളടക്കത്തെ മൊത്തത്തിലെടുക്കുകയും അതിനേക്കാൾ സുഗ്രാഹ്യവും ഏതാണ്ട് സാമ്യവുമായ ഉള്ളടക്കത്തെ തൽസ്ഥാനത്ത് വയ്ക്കുകയും ചെയ്യുന്നു. ഇതൊരു പ്രതീകാത്മകമായ സ്വപ്ന വിശകലനമാണ്. ദുർഗ്രാഹ്യം എന്നതുപോലെ ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുന്ന തരത്തിലുള്ളതുകൂടിയായ സ്വപ്നങ്ങളുടെ കാര്യത്തിൽ ഈ രീതി ഏതായാലും വിലപ്പോവില്ല. ഫറവോന്റെ സ്വപ്നങ്ങൾക്കുള്ള യോസഫിന്റെ വ്യാഖ്യാനം ഇതിന് ഒരു ഉദാഹരണമാണ്. 7 കൊഴുത്ത പശുക്കൾക്ക് പിന്നിലായി 7 മെലിഞ്ഞ പശുക്കൾ വരുന്നു. മെലിഞ്ഞ പശുക്കൾ തടിച്ചവയെ വിഴുങ്ങുന്നു. ക്ഷാമത്തിൻ്റെതായ 7 വർഷങ്ങൾ വരാനിരിക്കുന്നുവെന്നും മുമ്പത്തെ ക്ഷേമത്തിൻ്റെതായ 7 വർഷക്കാലം കൊണ്ട് മിച്ചം വെച്ചതെല്ലാം അപ്പോൾ തീർന്നു പോകുമെന്നുമുള്ള പ്രവചനമായിരുന്നു അത്രേ അത്. കവികൾ സൃഷ്ടിക്കുന്ന കൃത്രിമ സ്വപ്നങ്ങളൊക്കെ തന്നെ ഇത്തരത്തിൽ പ്രതീകാത്മ വ്യാഖ്യാനത്തിനായുള്ളവയാണ്. ഇവിടെ ഒരു അടിക്കുറിപ്പ്. കവിയായ W. ജെൻസന്റെ ഗ്രദീവ എന്ന നോവലിൽ നിരവധി കൽപ്പിത സ്വപ്നങ്ങളുടെ ചിത്രീകരണമുള്ളതായി ഞാൻ കണ്ടു. അവയുടെ പ്രതീകവൽക്കരണം തീർത്തും വിശ്വസനീയമായ തരത്തിലുള്ളതായിരുന്നു. കൽപ്പിതങ്ങളല്ല, വ്യക്തികൾ യഥാർത്ഥത്തിൽ കണ്ടതായ സ്വപ്നങ്ങളാണ് അവയെന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു ചിത്രീകരണം. എന്റെ ചോദ്യത്തിന് ഉത്തരമായി തനിക്ക് സ്വപ്ന സിദ്ധാന്തത്തെക്കുറിച്ച് യാതൊന്നും അറിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. എന്റെ ഗവേഷണ ഫലങ്ങളും അദ്ദേഹത്തിന്റെ സ്വപ്ന സൃഷ്ടികളും തമ്മിലുള്ള പരസ്പര പൊരുത്തം എന്റെ സിദ്ധാന്തം ശരിയാണെന്ന് തെളിയിക്കുന്നു. അടിക്കുറിപ്പ് അവസാനിക്കുന്നു. ഭാവിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് സ്വപ്നം എന്ന പ്രാചീന വിശ്വാസത്തിന്റെ അവശിഷ്ടമാണ്. സ്വപ്നത്തിന് പ്രവചനപരമായ പ്രാധാന്യമുണ്ടെന്ന് പണ്ടുകാലത്ത് കരുതപ്പെട്ടിരുന്നു. സ്വപ്നത്തെ ഭാവി സംഭവങ്ങളായി പരിഭാഷപ്പെടുത്തുന്ന ഇന്നത്തെ രീതിക്ക് അതാണ് അസ്ഥിവാരമിട്ടത്. പ്രതീകാത്മകമായ വ്യാഖ്യാനമാണ് ഈ രീതി അവലംബിക്കുന്നത്. എങ്ങനെയാണ് അത്തരമൊരു പ്രതീകാത്മക വ്യാഖ്യാനത്തിൽ ഒരാൾ എത്തിച്ചേരുന്നതെന്ന് വ്യക്തമാക്കാനാവില്ല. കുശലതയാർന്ന അഭ്യൂഹവും നേരിട്ടുള്ള ഉൾപ്രേരണയുമൊക്കെ അതിനാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്വപ്ന വിശകലനം അസാമാന്യ പാഠവും ആവശ്യമായ ഒരു കലയായി അംഗീകരിക്കപ്പെട്ടു. ഇവിടെ ഒരു അടിക്കുറിപ്പുണ്ട്. ഏറ്റവും നല്ല രീതിയിൽ സാമ്യതകളെ ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് ഏറ്റവും നല്ല വ്യാഖ്യാതാവെന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നുണ്ട്. ജലത്തിൽ പ്രതിഫലിക്കുന്ന ചിത്രങ്ങൾ ഓളങ്ങൾ നിമിത്തം രൂപം മാറുന്നത് പോലെ സ്വപ്ന ചിത്രങ്ങൾ രൂപം മാറിയാണ് കാണുന്നത്. ആ രൂപമാറ്റത്തിൽ നിന്നും യഥാർത്ഥ ചിത്രത്തെ കണ്ടെത്താൻ കഴിയുന്നവനാണ് ഏറ്റവും നല്ല വ്യാഖ്യാതാവെന്നാണ് അരിസ്റ്റോട്ടിലിന്റെ അനുമാനം. അടിക്കുറിപ്പ് അവസാനിക്കുന്നു. പൊതുവെ സ്വീകാര്യമായ 2 സ്വപ്ന വിശകലന രീതികളിൽ രണ്ടാമത്തേത് അത്തരം അവകാശവാദങ്ങളൊന്നും ഇല്ലാത്തതാണ്. അതിന് ഗൂഢഭാഷാ രീതി
എന്ന് വിശേഷിപ്പിക്കാം. അത് സ്വപ്നത്തെ ഒരു ഗൂഢഭാഷയായി അല്ലെങ്കിൽ ഒരു കോഡായി കാണുന്നു. അതിൻ്റെ ഓരോ പദത്തെയും വ്യക്തമായ അർത്ഥമുള്ള മറ്റൊരു പദമായി പരിഭാഷപ്പെടുത്താനാകും. അതിന് തനതായ ഒരു സ്വരനിദാനവുമുണ്ട്. ഉദാഹരണത്തിന്, ഞാനൊരു കത്തിനെക്കുറിച്ചും ശവസംസ്കാരത്തെക്കുറിച്ചും സ്വപ്നം കണ്ടു എന്നിരിക്കട്ടെ. സ്വപ്ന പുസ്തകം തുറന്നു നോക്കിയാൽ കത്ത് എന്ന വാക്കിന് ഉപദ്രവം, വെക്സേഷൻ എന്ന അർത്ഥവും ശവസംസ്കാരത്തിന് വിവാഹ നിശ്ചയം, എൻഗേജ്മെന്റ് എന്ന അർത്ഥവും കാണാനാകും. പിന്നെ അസംഗത ജൽപ്പനങ്ങൾ കൊണ്ട് സ്വപ്നം എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് ഞാൻ പ്രവചിക്കുന്നു. ഈ യാന്ത്രികമായ സ്വപ്ന വിശകലനത്തിന്റെ മറ്റൊരു രൂപത്തെ ഡാൽഡിസിലെ അർത്തേമിഡേറിസ് സ്വപ്ന വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള തന്റെ കൃതിയിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇവിടെയും ഒരു അടിക്കുറിപ്പുണ്ട്, അതുകൂടി വായിക്കാം. ഡാൽഡിസിലെ അർത്തേമിഡോറസ് 2-ാം ശതകത്തിന്റെ ആരംഭത്തിലാണ് ജനിച്ചതെന്ന് കരുതപ്പെടുന്നു. ഗ്രീക്കോ റോമൻ ലോകത്ത് നിലവിലുണ്ടായിരുന്ന സ്വപ്ന വിശകലന രീതിയെക്കുറിച്ച് പൂർണ്ണവും വിശദവുമായ വിവരണം അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഗോംബേഴ്സ് ഊന്നി പറഞ്ഞിട്ടുള്ളതുപോലെ നിരീക്ഷണത്തിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിൽ സ്വപ്നത്തെ വ്യാഖ്യാനിക്കേണ്ടത് പരമപ്രധാനമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സ്വന്തം വിശകലന രീതിയും അന്യരീതികളും തമ്മിലുള്ള അന്തരം അദ്ദേഹം വ്യക്തമാക്കി. അന്യരീതികൾ കാപട്യമാർന്നവയാണെന്ന് തെളിയിച്ചു. ഗോംബേഴ്സിന്റെ അഭിപ്രായത്തിൽ അദ്ദേഹത്തിന്റെ വിശകലന രീതിയുടെ പ്രധാന തത്വം ജാലവിദ്യയുടേതിനോട് തുല്യമാണ്. സ്വപ്നത്തിന്റെ അർത്ഥം പിന്നീട് അതേക്കുറിച്ചുണ്ടാകുന്ന ഓർമ്മയാണ്. അതും സ്വപ്ന വ്യാഖ്യാതാവിന് അതേക്കുറിച്ചുണ്ടാകുന്ന ഓർമ്മ. സ്വപ്നം വ്യാഖ്യാതാവിൽ വിവിധ ഓർമ്മകൾ ഉണർത്തുമെന്നതിലും വിഭിന്ന വ്യാഖ്യാതാക്കളിൽ വ്യത്യസ്ത സ്മരണകൾ ഉണർത്തുമെന്നതിനാലും ഈ വ്യാഖ്യാന രീതി വിശ്വസനീയമായ ഫലമാകില്ല കാഴ്ചവെക്കുന്നത്. ഞാൻ ഇനി വിസ്തരിക്കാൻ പോകുന്ന സങ്കേതം പ്രാചീന രീതിയുമായി ഒരു അടിസ്ഥാന സംഗതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത്, സ്വപ്നം കാണുന്നവനെ കൊണ്ട് തന്നെ അതിൻ്റെ വിശകലനം ചെയ്യിക്കുക എന്നതാണ് എൻ്റെ രീതി. സ്വപ്ന വ്യാഖ്യാതാവിന് എന്ത് തോന്നുന്നു എന്നത് കാര്യമാക്കാതെ സ്വപ്നം കാണുന്നവൻ അതേക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശകലന രീതിയാണിത്. ഫ്രിഗ്ജിത്ത് എന്നൊരു മതപ്രചാരകൻ ഈ അടുത്ത കാലത്ത് പ്രസിദ്ധപ്പെടുത്തിയ വിവരണമനുസരിച്ച് പൂർവ്വദേശത്തെ സ്വപ്ന വ്യാഖ്യാതാക്കളും ഇക്കാലത്ത് സ്വപ്നം കാണുന്നവന്റെ തോന്നലുകളെയാണ് കൂടുതലായി ആശ്രയിക്കുന്നത്. മെസപ്പത്തോമിയയിലെ അറബികളും ഇതേ രീതിയാണ് അനുവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അടിക്കുറിപ്പ് ഇവിടെ അവസാനിക്കുന്നു. പുസ്തകം തുടരുന്നു. ഇവിടെ സ്വപ്നത്തിന്റെ ഉള്ളടക്കം മാത്രമല്ല, കാണുന്നവന്റെ വ്യക്തിത്വവും സാമൂഹിക പദവിയുമൊക്കെ കണക്കിലെടുക്കുന്നുണ്ട്. ഒരേ സ്വപ്നം തന്നെ വിഭിന്ന സമൂഹ പദവിക്കാരെ സംബന്ധിച്ചിടത്തോളം വിഭിന്ന സൂചനകളാകും നൽകുന്നത്. ധനികനും ദരിദ്രനും വിവാഹിതനും അവിവാഹിതനും ഒരേ സ്വപ്നം കാണുന്നുവെന്ന് വരികിലും അതിൻ്റെ സൂചന വ്യത്യസ്തമായിരിക്കും. സ്വപ്നത്തെ മൊത്തത്തിൽ പരിശോധിക്കുന്നതിന് പകരം അതിൻ്റെ ഓരോ ഘടകത്തെയും വെവ്വേറെ വിശകലനത്തിന് വിധേയമാക്കുക എന്നതാണ് ഈ രീതിയുടെ സവിശേഷത. ദുർഗ്രഹവും ചിന്താക്കുഴപ്പം സൃഷ്ടിക്കുന്നതുമായ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനാണ് ഗൂഢഭാഷാ രീതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു ദീർഘമായ അടിക്കുറിപ്പുണ്ട്, അതുകൂടി വായിക്കുന്നത് പുസ്തകത്തെ മനസ്സിലാക്കാൻ പ്രയോജനപ്പെടും എന്നതുകൊണ്ട് അത് വായിക്കുകയാണ്. പദങ്ങളുടെ സ്വരസാമ്യവും മറ്റ് സമാനതകളും അനുസരിച്ചാണ് കിഴക്കൻ നാടുകളിൽ സ്വപ്ന വിശകലനം നടത്തുന്നതെന്ന് ഡോക്ടർ ആൽഫ്രഡ് റോബിറ്റ്സക് പറയുന്നു. അവരുടെ സ്വപ്ന പുസ്തകങ്ങളുടെ അനുകരണമാണ് നമ്മുടെ സ്വപ്ന വ്യാഖ്യാന സഹായികൾ. നമ്മുടെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുമ്പോൾ ആ സ്വരസ്വാമ്യവും മറ്റു പൊരുത്തങ്ങളും നഷ്ടമാകുന്നു. നമ്മുടെ സ്വപ്ന പുസ്തകങ്ങളിലെ സമാന പദങ്ങൾ സമാനങ്ങളെന്ന് തോന്നാത്തത് അതിനാലാണ്. കിഴക്കൻ ഭാഷകളിലെ പദങ്ങൾ കൊണ്ടുള്ള കളിയെയും ദ്വിയാർത്ഥ പ്രയോഗങ്ങളെയും കുറിച്ച് അറിയണമെങ്കിൽ ഹ്യൂഗോ വിൻക്ലറുടെ പുസ്തകങ്ങൾ വായിച്ചാൽ മതി. പ്രാചീന കാലത്ത് നടന്നിരുന്ന സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ലഭ്യമായ ഉദാഹരണങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്ന് പദങ്ങൾ കൊണ്ടുള്ള കളിയാണ്. ആർതെമിഡോറസ് എഴുതുന്നു, അരിസ്റ്റാൻഡോസ് മാസിഡോണിലെ അലക്സാണ്ടർക്ക് ഏറ്റവും സന്തോഷപ്രദമായ വിശകലനമാണ് നൽകിയതെന്ന് എനിക്ക് തോന്നുന്നു. അലക്സാണ്ടർ ടൈറോസിനെ വളഞ്ഞുവെച്ചു, എങ്കിലും സമയനഷ്ടത്തിന്റെ പേരിൽ അദ്ദേഹം അക്ഷമനും കോപിഷ്ഠനുമായിരുന്നു. അപ്പോൾ ഗ്രീക്ക് വനദേവതയായ സത്തേർ തന്റെ പരിചയിന്മേൽ നൃത്തം ചെയ്യുന്നതായി അദ്ദേഹം സ്വപ്നം കണ്ടു. സിറിയക്കാരുമായി യുദ്ധത്തിലേർപ്പെട്ടിരുന്ന രാജാവിന്റെ പരിവാരങ്ങളോടൊപ്പം അരിസ്റ്റാൻഡ്രോസും ഉണ്ടായിരുന്നു. അദ്ദേഹം സത്യാറോസ് എന്ന ഗ്രീക്ക് രൂപത്തെ സ തൈറോസ് എന്ന് രണ്ടായി തിരിച്ചു. എന്നിട്ട് കൂടുതൽ ഉശിരോടെ പൊരുതണം എന്നാണ് അർത്ഥമാക്കുന്നതെന്ന് രാജാവിനോട് പറഞ്ഞു. ആക്രമണം ശക്തമാക്കിയ അലക്സാണ്ടർ ടൈറോസ് നഗരത്തിന്റെ അധിപനാവുകയും ചെയ്തു. സ തൈറോസ് എന്ന യവനപദങ്ങളുടെ അർത്ഥം ടൈറോസ് നിന്റേതാകുന്നു, തൈൻ ഈസ് തൈറോസ് എന്നാണ്. പദപ്രയോഗവുമായി ബന്ധപ്പെട്ട സ്വപ്ന വ്യാഖ്യാനമാണത്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ സ്വപ്ന ഭാഷയുണ്ടെന്ന് ഫെറൻസി അഭിപ്രായപ്പെട്ടത്. ഒരു സ്വപ്നത്തെ മറ്റൊരു ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് പൊതുവെ പ്രയാസകരമായ കാര്യമാണ്. അടിക്കുറിപ്പ് ഇവിടെ അവസാനിക്കുന്നു. പുസ്തകം തുടരുന്നു.
ഈ രണ്ട് സ്വപ്ന വ്യാഖ്യാന രീതികളുടെയും പ്രയോജനശൂന്യതയെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ല. ഇന്ന് അനുവർത്തിക്കപ്പെടുന്ന തരത്തിലുള്ള ശാസ്ത്രീയ രീതിയും അത്ര കാര്യക്ഷമമായ ഒന്നല്ല. ഗൂഢഭാഷാ രീതിയിൽ എല്ലാം സ്വപ്നപുസ്തകത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. ആകസ്മികമായി മാത്രമേ അത് ശരിയാകാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നിലവിലുള്ള തരത്തിലുള്ള സ്വപ്ന വ്യാഖ്യാന രീതികൾ അപ്പാടെ അപ്രായോഗികവും ആശ്രയിക്കാനാവാത്തതുമാണെന്ന് കാണാവുന്നതാണ്. ഇവിടെയും ഒരു അടിക്കുറിപ്പുണ്ട്, അത് വായിക്കാം. ഈ ഗ്രന്ഥത്തിന്റെ കയ്യെഴുത്ത് പ്രതി തയ്യാറായി കഴിഞ്ഞപ്പോൾ സ്റ്റംഫിന്റെ ഒരു പ്രബന്ധം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. സ്വപ്നങ്ങളുടെ അർത്ഥം വിശകലനത്തിന് വിധേയമാണെന്ന എന്റെ സമീപനത്തോട് യോജിക്കുന്ന അഭിപ്രായമാണ് അദ്ദേഹം അതിൽ പ്രകടിപ്പിച്ചത്. എന്നാൽ രൂപക പ്രതീകങ്ങൾ വിനിയോഗിച്ചുകൊണ്ടുള്ള ഈ വ്യാഖ്യാന രീതിയുടെ ഫലം എല്ലായ്പ്പോഴും ശരിയായിക്കൊള്ളണം എന്ന് ഇല്ല. അടിക്കുറിപ്പ് അവസാനിക്കുന്നു. പുസ്തകം തുടരുന്നു. ഞാൻ എന്തായാലും വ്യത്യസ്തമായൊരു നിഗമനത്തിലാണ് എത്തിച്ചേർന്നത്. ആധുനിക ശാസ്ത്രത്തിന്റെ അഭിപ്രായത്തെക്കാൾ പ്രാചീന വിശ്വാസം സത്യത്തോട് അടുത്തു നിൽക്കുന്നതായാണ് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള സങ്കല്പത്തിൽ എനിക്ക് കാണാനായത്. ചില കാര്യങ്ങളിൽ ഇത് സംഭവിക്കാറുണ്ട്. സ്വപ്നത്തിന് അർത്ഥമുണ്ടെന്നും അതിനെ ശാസ്ത്രീയമായി വ്യാഖ്യാനിക്കാനാവുമെന്നതുമാണ് സത്യം. താഴെ പറയുന്ന രീതികളിലാണ് ഞാൻ ഈ അറിവ് നേടിയത്. വർഷങ്ങളോളം ഞാൻ ചില മാനസിക രോഗങ്ങൾ ഭേദമാക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. അപസ്മാരം, ബാധയേക്കൽ എന്നിങ്ങനെയുള്ള നിരവധി മനോവൈകല്യങ്ങൾ ഞാൻ ചികിത്സിച്ചിട്ടുണ്ട്. അത്തരം രോഗങ്ങളുടെ കാരണം കണ്ടെത്തലും ചികിത്സയും ഒരേ സമയം നടത്താനാകുമെന്ന് ജോസഫ് ബ്രൂവറുടെ പ്രസ്താവമാണ് എന്നെ ആ പ്രവൃത്തിയിലേക്ക് നയിച്ചത്. രോഗിയുടെ മാനസിക ജീവിതത്തിൽ ഉണ്ടായ രോഗത്തിനിടയാക്കിയ ആഘാതം എന്തെന്ന് കണ്ടെത്താനായാൽ രോഗശമനം സാധ്യമാകും. മറ്റു ചികിത്സാ രീതികൾ പരാജയപ്പെട്ടതിനാലും ഇത്തരം മനോവൈകല്യങ്ങൾ ദുരൂഹതയാർന്നവയാകിയാലും പല പ്രതിബന്ധങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും മറ്റെന്തെങ്കിലും പരിഹാര മാർഗങ്ങൾ കണ്ടെത്താനാകുന്നതുവരെ ബ്രൂവർ തുടങ്ങിവെച്ച രീതി പിന്തുടരാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. ഈ ചികിത്സാ രീതിയുടെ വിവിധ വശങ്ങളെക്കുറിച്ചും അവയുടെ ഫലത്തെക്കുറിച്ചുമൊക്കെ പിന്നാലെ വിസ്തരിക്കാം. ഇത്തരം മാനസിക അപഗ്രഥനങ്ങൾക്കിടയിലാണ് സ്വപ്ന വിശകലനം എന്ന പ്രശ്നത്തെ ഞാൻ ആദ്യമായി അഭിമുഖീകരിച്ചത്. ഏതെങ്കിലും ഒരു വൈകല്യാവസ്ഥയുമായി ബന്ധപ്പെട്ട ചിന്തകളെയും തോന്നലുകളെയും കുറിച്ച് തുറന്നു പറയാൻ ഞാൻ രോഗികളിൽ നിർബന്ധം ചെലുത്തിയപ്പോൾ അവർ തങ്ങൾ കാണാനിടയായ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണ് സ്വപ്നങ്ങളെ മാനസികാവസ്ഥയുമായി ബന്ധപ്പെടുത്താനാവുമെന്ന് ഞാൻ അറിഞ്ഞത്. സ്വപ്നങ്ങൾ രോഗിയുടെ മാനസികാവസ്ഥയിലേക്ക് വെളിച്ചം വീശുന്നുവെന്നും അതിന്റെ ചുവട് പിടിച്ചു പോയാൽ രോഗനിദാനമായ മാനസികാഘാതത്തെക്കുറിച്ച് വ്യക്തമാകുമെന്നും ഞാൻ കണ്ടെത്തി. സ്വപ്നത്തെ തന്നെ ഒരു രോഗലക്ഷണമായി പരിഗണിക്കുക എന്നതായിരുന്നു എൻ്റെ അടുത്ത പടി. അത്തരം രോഗലക്ഷണങ്ങളെ വ്യാഖ്യാനിക്കുന്നതിനായി ഞാൻ ആവിഷ്കരിച്ചതുമാതിരിയുള്ള ഒരു രീതി സ്വപ്നങ്ങളെ വിശകലനം ചെയ്യുന്നതിനും ഞാൻ ആവിഷ്കരിച്ചു. ഇതിനായി രോഗിയെ മാനസികമായി തയ്യാറെടുപ്പിക്കണം. മാനസിക അവബോധത്തെ ഉത്തേജിപ്പിക്കുന്നതിനും ഓർമ്മകളെ വിമർശനപരമായി വീക്ഷിക്കുന്ന ശീലം രോഗിയിൽ ഇല്ലാതാക്കി തീർക്കുന്നതിനുമായി ഒരു ദ്വിമുഖ യത്നം ആവശ്യമാണ്. കേന്ദ്രീകൃത ശ്രദ്ധയോടെയുള്ള സ്വയം നിരീക്ഷണം സാധ്യമാക്കുന്നതിനായി രോഗിയെ സ്വസ്ഥമായി ഇരുത്തുകയും കണ്ണ് അടയ്ക്കാൻ പറയുകയും വേണം. അയാളുടെ ഓർമ്മയിൽ കടന്നെത്തുന്ന സംഗതികളെ വിമർശനപൂർവ്വം വീക്ഷിക്കരുത് എന്ന് അയാളെ ഉപദേശിക്കണം. മനസ്സിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങളെല്ലാം ഒന്നൊഴിയാതെ ചികിത്സകനോട് പറഞ്ഞാൽ മാത്രമേ ചികിത്സ ഫലവത്താകൂ എന്ന് രോഗിയെ ബോധ്യപ്പെടുത്തണം. അപ്രധാനമോ അസംഗതമോ അസംബന്ധമോ ആണെന്ന് കരുതി ഒരു കാര്യവും മറച്ചു വയ്ക്കരുത് എന്ന് അയാളോട് പ്രത്യേകം നിർദ്ദേശിക്കണം. മനസ്സിലൂടെ കടന്നുപോകുന്ന കാര്യങ്ങളോട് അയാൾ കർശനമായ നിഷ്പക്ഷത പുലർത്തേണ്ടതുണ്ട്. അയാൾ എന്തെങ്കിലും വെളിപ്പെടുത്താൻ വിട്ടുപോയാൽ ചികിത്സ പരാജയപ്പെട്ടു പോയെന്നും വരും. എൻ്റെ മാനസിക അപഗ്രഥന ഗവേഷണത്തിനിടയ്ക്ക് എനിക്ക് ഒരു കാര്യം ബോധ്യമായി. ചിന്തിച്ചിരിക്കുന്ന ഒരുവന്റെ മാനസികാവസ്ഥ തൻ്റെ മാനസിക പ്രക്രിയകളെ നിരീക്ഷിക്കുന്ന ഒരുവന്റെ മാനസികാവസ്ഥയിൽ നിന്നും തീർത്തും വിഭിന്നമാണ് എന്നതാണത്. ഏറ്റവും ശ്രദ്ധയോടെയുള്ള സ്വയം നിരീക്ഷണത്തെക്കാളേറെ മാനസിക പ്രവർത്തനം മൗനവേളയിൽ നടക്കുന്നു. ചിന്തിച്ചിരിക്കുന്നവന്റെ മുഖത്ത് ദൃശ്യമാകുന്ന പിരിമുറുക്കവും അയാളുടെ കോടിയ പുരുകങ്ങളും അത് വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ സ്വയം നിരീക്ഷകന്റെ മുഖം ശാന്തമായിരിക്കും. രണ്ട് പ്രക്രിയകളിലും ശ്രദ്ധയുടെ കേന്ദ്രീകരണം ആവശ്യമാണ്. എന്നാൽ ചിന്തിക്കുന്നവൻ തൻ്റെ വിമർശന ശേഷി കൂടി വിനിയോഗിക്കുന്നുണ്ട്. തത്ഫലമായി ചില ചിന്തകളെ അയാൾ തള്ളിക്കളയുകയും ചിലതിനെ ഇടയ്ക്ക് വെച്ച് തന്നെ ഖണ്ഡിക്കുകയും ചെയ്യുന്നു. ചില ചിന്തകളെ ബോധപൂർവം അമർത്തിവെക്കാനും അയാൾക്ക് കഴിയുന്നു. എന്നാൽ സ്വയം നിരീക്ഷിക്കുന്നവൻ വിമർശന ബുദ്ധിയെ അകറ്റി നിർത്താനാണ് യത്നിക്കേണ്ടത്. അതിൽ അയാൾ വിജയിച്ചു കഴിഞ്ഞാൽ മറ്റു സന്ദർഭങ്ങളിൽ ഉപരിതലത്തിലേക്ക് വരാത്ത വിധത്തിലുള്ളതും അല്ലാത്തതുമായ ആയിരക്കണക്കിന് ചിന്തകൾ അയാളുടെ സ്മരണാതലത്തിലേക്ക് കടന്നു വരുന്നു. അങ്ങനെ ലഭ്യമാകുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സ്വയം നിരീക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവയൊക്കെ പുത്തനറിവാണ് എന്നുകൂടി ഓർക്കണം. രോഗനിദാനത്തെയും സ്വപ്ന രൂപീകരണത്തെയും വ്യാഖ്യാനിക്കാനാകും. ഒരു പരിധിവരെ ഉറക്കത്തിലേക്ക് വീഴുന്നതിന് തൊട്ടു മുമ്പത്തെ മാനസികാവസ്ഥയ്ക്ക് തുല്യമായ ഒരവസ്ഥ സൃഷ്ടിക്കുകയാണ് സ്വയം നിരീക്ഷണത്തിനായി ചെയ്യുന്നത്. ഹിപ്നോട്ടിക് അവസ്ഥയ്ക്ക് തുല്യമാണത്.
അത്തരമൊരവസ്ഥയിൽ അനാശാസ്യമായ ആശയങ്ങൾ മനസ്സിലേക്ക് കടന്നു വരുന്നു. വിമർശന ബുദ്ധി അയയുന്നത് നിമിത്തമാണ് മറ്റവസ്ഥകളിൽ അമർത്തിവെച്ചിരിക്കുന്ന ഓർമ്മകൾ ബഹിർഗമിക്കുന്നത്. ക്ഷീണ നിമിത്തമാണ് ഈ അയവുണ്ടാകുന്നതെന്നാണ് നാം സാധാരണ പറയാറുള്ളത്. നിർഗളിക്കുന്ന അനാശാസ്യമായ ആശയങ്ങൾ ശ്രവ്യവും ദൃശ്യവുമായ പ്രതിബിംബങ്ങളായി മാറുന്നു. രോഗനിദാനത്തെയും സ്വപ്നത്തെയും വ്യാഖ്യാനിക്കുന്നതിനായി ഇത്തരമൊരവസ്ഥ സൃഷ്ടിക്കുമ്പോൾ വിനിയോഗിക്കപ്പെടാതിരിക്കുന്ന മാനസികോർജം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗം അനാശാസ്യ ചിന്തകളെ പുറത്തു കൊണ്ടുവരുന്നതിനായി പ്രയോജനപ്പെടുന്നു. ഈ ചിന്തകൾ ആശയങ്ങൾ എന്ന സ്വഭാവം നിലനിർത്തുന്നുണ്ട്. നിദ്രാവസ്ഥയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ വ്യത്യാസമുണ്ട്. അനാശാസ ആശയങ്ങൾ അങ്ങനെ ആശാസ്യ ആശയങ്ങളായി മാറുന്നു. ആശയങ്ങൾ സ്വതന്ത്രമായി നിർഗളിക്കുന്നതിനുള്ള മാനസികാവസ്ഥ സ്വരൂപിച്ചെടുക്കുക എന്നത് പലരെ സംബന്ധിച്ചിടത്തോളം ആയാസകരമായ കാര്യമാണ്. വിമർശന ബുദ്ധിയെ അകറ്റി നിർത്താനും അവർക്ക് കഴിയാറില്ല. അനാശാസ്യമായ ആശയങ്ങൾ സാധാരണയായി ഏറ്റവും രൂക്ഷമായ ചെറുത്തുനിൽപ്പിനെ നേരിടുന്നു. അതിനാൽ പലപ്പോഴും അത്തരം ഓർമ്മകൾ സ്മരണതലത്തോളം എത്താറില്ല. കവിയും ദാർശനികനുമായ ഫ്രീദ്രിഷ് ഷില്ലറുടെ അഭിപ്രായവുമായി യോജിക്കുകയാണെങ്കിൽ സ്വയം നിരീക്ഷകന്റേതുപോലെയുള്ള അയഞ്ഞൊരു മാനസികാവസ്ഥയിലാണ് കാവ്യസൃഷ്ടി നടക്കുന്നത്. കോർണറിനുള്ള കത്തിൽ തനിക്ക് സൃഷ്ടിപരത കുറഞ്ഞു പോകുന്നുവെന്നുള്ള ഒരു സുഹൃത്തിന്റെ പരിദേവനത്തിന് മറുപടിയായി അദ്ദേഹം ഇങ്ങനെ പറയുന്നു. ഓട്ടോ റാങ്കാണ് ഈ കത്ത് കണ്ടെടുത്തത്. കോട്ട്: ബുദ്ധിശക്തി ഭാവനയുടെ കുത്തൊഴുക്കിനെ തടയുന്നത് കൊണ്ടാണ് നിങ്ങൾക്കിങ്ങനെ പരാതിപ്പെടേണ്ടി വന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഞാനൊരു നിരീക്ഷണം നടത്തുകയും ഒരു രൂപകത്തിന്റെ സഹായത്താൽ അതിനെ സ്പഷ്ടീകരിക്കുകയും ചെയ്യാം. ഒഴുകി വരുന്ന ആശയങ്ങളെ പരിശോധിക്കാൻ ധിഷണയെ അനുവദിക്കുന്നത് നന്നല്ല. മനസ്സിന്റെ സൃഷ്ടിപരതയെ അത് സാരമായി ബാധിക്കും. ഒറ്റയ്ക്കെടുത്ത് പരിശോധിച്ചാൽ ഒരാശയം അപ്രധാനമായി അനുഭവപ്പെടാം. എന്നാൽ അതിനെ തുടർന്നു വരുന്ന ആശയവുമായി ചേർത്ത് നോക്കിയാൽ അതിന് പ്രാധാന്യമുള്ളതായി ബോധ്യപ്പെടും. ഒറ്റയ്ക്ക് ഓരോന്നും അസംഗതവും അപ്രധാനവുമാണെങ്കിലും ആശയങ്ങൾ ഇഴചേർന്ന് വരുമ്പോൾ ഒരു സമ്മിശ്ര പ്രാധാന്യം കൈവരും. ഓരോ ആശയത്തെയും ഒറ്റയ്ക്ക് പരിശോധിക്കാൻ ബുദ്ധിയെ അനുവദിക്കരുത്. ഒരു സർഗശക്തിയുള്ള മനസ്സ് വാതിൽക്കൽ നിന്നും ബുദ്ധിയുടെ കാവൽക്കാരെ അകറ്റുന്നു. ആശയങ്ങൾ ആ മനസ്സിൽ നിന്നും തുരിതുരാ പ്രവഹിക്കുന്നു. പ്രവാഹം പൂർത്തിയായ ശേഷം മാത്രമേ ബുദ്ധിയുടെ പണി തുടങ്ങൂ. വിമർശകരായ നിങ്ങൾ യഥാർത്ഥ സർഗധനരുടെ നൈമിഷിക ഭ്രാന്തിന്റെ പേരിൽ ലജ്ജിക്കുന്നു. ഈ ഭ്രാന്ത് ദീർഘനേരം നിലനിൽക്കുന്നവർക്ക് സർഗസൃഷ്ടി നടത്താനാകുന്നു. അല്ലാത്തവരുടെ ഭ്രാന്ത് കേവലം കിനാവുകളിൽ ഒതുങ്ങി നിൽക്കുന്നു. നിങ്ങളുടെ ന്യൂനതയുടെ അടിസ്ഥാന കാരണം ഇതാണ്: നിങ്ങൾ ബുദ്ധിയെ അമിതമായി ആശ്രയിക്കുന്നു. ആശയങ്ങളോട്, സർഗസൃഷ്ടിയുടെ ഒറ്റപ്പെട്ട കണ്ണികളോട് നിങ്ങൾ വിവേചന പുരസ്സരം പെരുമാറുന്നു. അൺകോട്ട്. ഇത് 1788 ഡിസംബർ 1 ഫ്രിദ്രീഷ് എഴുതിയ കത്താണ്. ഇതൊക്കെയാണെങ്കിലും മനോവാതിലിൽ നിന്നും ബുദ്ധിയുടെ കാവൽക്കാരെ അകറ്റുക വഴി വിമർശന വിധേയമല്ലാത്ത ഒരു മാനസികാവസ്ഥ സൃഷ്ടിക്കുന്നത് അത്ര അപ്രാപ്യമായ കാര്യമൊന്നുമല്ല. എൻ്റെ നിർദ്ദേശങ്ങളുടെ സഹായത്താൽ മിക്ക രോഗികളും ഈ ഒരു അവസ്ഥ ആർജിക്കുന്നുണ്ട്. മനസ്സിലൂടെ കുതിച്ചൊഴുകി വരുന്ന ഓർമ്മകളെ കടലാസിൽ കുറിച്ചിടാനായാൽ എനിക്കും അത്തരമൊരവസ്ഥ സമ്പൂർണമായും പ്രാപിക്കാനാകും. മനസ്സിന്റെ വിമർശന പ്രക്രിയ കുറയ്ക്കുകയും സ്വയം നിരീക്ഷണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നത് വഴി മിച്ചമാകുന്ന മാനസികോർജത്തിന്റെ അളവ് ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്ന വിഷയം മാറുന്നതനുസരിച്ച് മാറിവരുന്നു. പുതിയ വ്യാഖ്യാന രീതി അനുസരിച്ച് സ്വപ്നത്തെ മൊത്തത്തിൽ പരിശോധിക്കാനാവില്ല. അതിൻ്റെ ഓരോ ഘടകങ്ങളെയും വെവ്വേറെ പരിശോധനയ്ക്ക് വിഷയമാക്കണം. ഇക്കാര്യത്തിൽ പരിചയമില്ലാത്ത ഒരു രോഗിയോട് ഈ സ്വപ്നത്തോടനുബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്ന് ചോദിച്ചാൽ അയാൾക്ക് മനോനയനത്തെ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ആദ്യം ഞാൻ അയാളുടെ സ്വപ്നത്തെ പല തുണ്ടുകളായി കീറിമുറിക്കണം. പിന്നീട് ഓരോ തുണ്ടിന്റെയും പിന്നിൽ പ്രവർത്തിച്ച ചിന്താ പ്രക്രിയയെക്കുറിച്ച് അയാൾക്ക് പറയാനാകും. ഈ ഒരു സവിശേഷതയുടെ കാര്യത്തിൽ എൻ്റെ വ്യാഖ്യാന രീതി സർവ്വസാധാരണവും ചരിത്രപരവും പ്രാചീനവുമായ പ്രതീകാത്മക രീതിയിൽ നിന്നും വ്യത്യസ്തത പുലർത്തുന്നു. ഇക്കാര്യത്തിൽ എൻ്റെ രീതി ഗൂഢഭാഷാ രീതിയോടാണ് സാമീപ്യം പുലർത്തുന്നത്. ഗൂഢഭാഷാ രീതി പോലെ എൻ്റെയും ഉള്ളടക്കത്തെ ഘടകങ്ങളായി മാറ്റിക്കൊണ്ടുള്ള വിശകലന രീതിയാണ് ഇത്. വിഷാദ രോഗികളെ മാനസിക അപഗ്രഥനത്തിന് വിധേയമാക്കിയ കൂട്ടത്തിൽ ഞാൻ 1000-ലേറെ സ്വപ്നങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ അവയെ സ്വപ്ന വിശകലനത്തിന്റെ സിദ്ധാന്തത്തെയും സങ്കേതത്തെയും സംബന്ധിച്ച ഈ ഗ്രന്ഥത്തിന്റെ മുഖവരിയായി ഞാൻ കൂട്ടിച്ചേർക്കില്ല. അതിന് പല കാരണങ്ങളുമുണ്ട്. ഒന്നാമതായി, അവയൊക്കെ മനോവൈകല്യം ബാധിച്ചവരുടെ സ്വപ്നങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ അവയെ വിശകലനം ചെയ്യുന്നതിലൂടെ ലഭ്യമാകുന്ന നിഗമനങ്ങൾ രോഗബാധിതരല്ലാത്തവരുടെ കാര്യത്തിൽ പ്രയോഗിക്കാനാവില്ലെന്നുള്ള വിമർശനം ഉയർന്നു വന്നേക്കുമെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമതായി, ആ സ്വപ്നങ്ങൾ മനസ്താപത്തിന് നിദാനമായ ആഘാതത്തിലേക്കാണ്
വിരൽ ചൂണ്ടുന്നത് എന്നതുകൊണ്ട് അവയെക്കുറിച്ച് സുദീർഘമായ വിശദീകരണം വേണ്ടിവരും. മനോവൈകല്യങ്ങളുടെ സ്വഭാവത്തെയും രോഗലക്ഷണങ്ങളുടെ സവിശേഷതകളെയും കുറിച്ചുള്ള ഗവേഷണം അന്നിലയ്ക്ക് തന്നെ പുതുമയാർന്നതും വിചിത്രവുമാകയാൽ സ്വപ്നം എന്ന വിഷയത്തിൽ നിന്നും ശ്രദ്ധ തിരിഞ്ഞുപോയെന്നും വരാം. സ്വപ്നത്തെ മൊത്തത്തിൽ വ്യാഖ്യാനിക്കുന്നതിനുള്ള സങ്കേതം ആവിഷ്കരിക്കുന്നതിലൂടെ മനോവൈകല്യങ്ങളെ സംബന്ധിച്ചുള്ള കൂടുതൽ ദുഷ്കരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വഴിയൊരുക്കുക എന്നതാണ് എൻ്റെ ഉദ്ദേശം. എന്നാൽ എൻ്റെ പ്രമുഖ പഠന വിഷയമായ മനോവൈകല്യക്കാരുടെ സ്വപ്നങ്ങളെ അപ്പാടെ ഒഴിവാക്കിയാൽ വിഷയത്തോട് പൂർണ്ണമായി നീതി പുലർത്തിയില്ല എന്ന അസംതൃപ്തി എന്നിൽ ഉളവാകും. അത്തരം സ്വപ്നങ്ങൾ മാറ്റിവെച്ചാൽ ആരോഗ്യവാന്മാരും ആരോഗ്യവതികളുമായ എൻ്റെ പരിചയക്കാരിൽ നിന്നും കേട്ടറിഞ്ഞ സ്വപ്നങ്ങൾ മാത്രമേ ഉദാഹരണങ്ങളായി ചൂണ്ടിക്കാണിക്കാനാവൂ. അതല്ലെങ്കിൽ സ്വപ്ന ജീവിതത്തെക്കുറിച്ചുള്ള കൃതികളിൽ നിന്നും ദൃഷ്ടാന്തങ്ങൾ കടമെടുക്കേണ്ടി വരും. നിർഭാഗ്യവശാൽ ഈ സ്വപ്നങ്ങളുടെ ഒന്നും വിശകലനം ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അവയുടെ അർത്ഥം കണ്ടെത്താനാവുന്നില്ല. എൻ്റെ വ്യാഖ്യാന രീതി ഗൂഢഭാഷാ രീതിയോളം തന്നെ വിഷമം പിടിച്ചതാണ്. ഒരേ സ്വപ്നം തന്നെ വിഭിന്ന വ്യക്തികളുടെ കാര്യത്തിൽ വിഭിന്ന അർത്ഥങ്ങൾ ധ്വനിപ്പിച്ചെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം സ്വപ്നങ്ങളെ തന്നെ അവലംബിക്കേണ്ടിയിരിക്കുന്നു. നിത്യജീവിതത്തിലെ പല സംഭവങ്ങൾ സൂചിപ്പിക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ച് ഏറെക്കുറെ സാധാരണ ആരോഗ്യനിലയുള്ള ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഈ സ്വയം വിശകലനങ്ങൾ എത്രത്തോളം വിശ്വസനീയമാണെന്ന സംശയം എന്നെ അഭിമുഖീകരിച്ചേക്കാം. അത്തരം വിശകലനങ്ങളിൽ തന്നിഷ്ടപ്രകാരമുള്ള കാര്യങ്ങൾ കടന്നുകൂടിയെന്ന് വരാം. മറ്റുള്ളവരുടെ നിരീക്ഷണത്തെക്കാൾ സ്വന്തം നിരീക്ഷണമാണ് അഭികാമ്യം എന്നാണ് എൻ്റെ അഭിപ്രായം. സ്വയം വിശകലനത്തിലൂടെയുള്ള സ്വപ്ന വ്യാഖ്യാനം എത്രത്തോളം പ്രയോജനപ്രദമാണെന്ന് ഗവേഷണം നടത്താവുന്നതാണ്. എൻ്റെ ആന്തരിക സ്വത്വത്തിൽ തരണം ചെയ്യേണ്ടതായ പല വിഷമതകളുമുണ്ട്. സ്വന്തം മാനസിക ജീവിതത്തെ സംബന്ധിച്ച സൂക്ഷ്മ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ഒരാൾക്കുള്ള സങ്കോചം ന്യായീകരിക്കാവുന്നതാണ്. അന്യർ ആ സൂക്ഷ്മ വിവരങ്ങളെ തെറ്റായി വ്യാഖ്യാനിക്കും എന്ന പേടിയാണ് ആ സങ്കോചത്തിന് നിദാനം. എന്നാൽ അത്തരം പരിഗണനകളെയൊക്കെ മറികടക്കേണ്ടത് അത്യാവശ്യമാണ്. വായനക്കാരന് എൻ്റെ വിവേകശൂന്യതകളിലുള്ള കൗതുകം വൈകാതെ തന്നെ അവ വെളിപ്പെടുത്തുന്ന മനഃശാസ്ത്ര പ്രശ്നങ്ങളിലുള്ള ശ്രദ്ധയായി പരിണമിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഒരു അടിക്കുറിപ്പുണ്ട്. ഇവിടെ ഒരു കാര്യം സ്പഷ്ടമാക്കേണ്ടതുണ്ട്. എൻ്റെ സ്വന്തം സ്വപ്നത്തിൻ്റെ പൂർണ്ണമായ വ്യാഖ്യാനം ഞാൻ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വായനക്കാരൻ്റെ വിവേകത്തെ അത്രത്തോളം വിശ്വസിക്കാനാവാത്തത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. അടിക്കുറിപ്പ് അവസാനിക്കുന്നു. പുസ്തകം തുടരുന്നു. അതുകൊണ്ട് എൻ്റെ സ്വപ്ന വിശകലന രീതി വ്യക്തമാക്കാനായി ഞാൻ എൻ്റെ തന്നെ സ്വപ്നങ്ങളിൽ ഒന്നിനെ വ്യാഖ്യാനിക്കാം. ഇത്തരം സ്വപ്നങ്ങളെ സംബന്ധിച്ച് ഒരു പ്രാരംഭ പ്രസ്താവത്തിൻ്റെ ആവശ്യമുണ്ട്. എൻ്റെ താല്പര്യങ്ങളെ സ്വന്തം താല്പര്യങ്ങളായി കുറേ നേരം കരുതാൻ ഞാൻ വായനക്കാരോട് അപേക്ഷിക്കുന്നു. ഏറ്റവും നിസ്സാരമെന്ന് തോന്നുന്നതായ വിവരങ്ങളെപ്പോലും അഗാധമായ കൗതുകത്തോടെ സ്വീകരിക്കാൻ ഞാൻ അവരോട് അപേക്ഷിക്കുന്നു. സ്വപ്നങ്ങളിൽ ഒളിഞ്ഞുകിടക്കുന്ന പ്രാധാന്യം മനസ്സിലാക്കുന്നതിനായി ഇത്തരമൊരു ആണ്ടിറങ്ങൽ ആവശ്യമാണ്. അല്പനേരം ഓരോ വായനക്കാരനും ഞാനായി മാറേണ്ടിയിരിക്കുന്നു. ആരംഭ പ്രസ്താവം. 1895 ആണ്ട് വേനൽക്കാലത്ത് എനിക്ക് ഒരു യുവതിയെ മാനസിക അപഗ്രഥനം വഴി ചികിത്സിക്കേണ്ടി വന്നു. അവൾ എൻ്റെയും കുടുംബത്തിൻ്റെയും അടുത്ത സ്നേഹിതയായിരുന്നു. അത്തരം സങ്കീർണ ബന്ധങ്ങൾ ചികിത്സകനിൽ, പ്രത്യേകിച്ച് ഒരു മനഃശാസ്ത്ര ചികിത്സകനിൽ വിവിധ വികാരങ്ങൾ അങ്കുരിപ്പിക്കുമെന്ന് മനസ്സിലാക്കണം. രോഗം ഭേദമാകണമെന്ന ചികിത്സകന്റെ താല്പര്യം അത്യുന്നതമായിരിക്കും. കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ അപ്പോഴത്തെ വ്യഥയെക്കുറിച്ച് എടുത്തു പറയേണ്ടതില്ല. ചികിത്സ പരാജയപ്പെട്ടാൽ രോഗിയുടെ ബന്ധുക്കളുമായുള്ള സൗഹൃദം അപകടത്തിലാവുമെന്ന ഭീഷണി ചികിത്സകനെ വലയ്ക്കുന്നു. ഞാനിവിടെ പരാമർശിക്കുന്ന രോഗിയുടെ കാര്യത്തിൽ ചികിത്സ ഭാഗികമായി വിജയമായിരുന്നു. രോഗിയുടെ അപസ്മാരത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഇല്ലാതാക്കാൻ എനിക്ക് കഴിഞ്ഞു. എന്നാൽ ശാരീരികമായ രോഗലക്ഷണങ്ങളൊക്കെ ദൂരീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. അക്കാലത്ത് ഹിസ്റ്റീരിയയുടെ അന്തിമ ചികിത്സ എങ്ങനെ വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. രോഗിക്ക് സ്വീകാര്യമാവാത്ത ഒരു ചികിത്സാ രീതിയാണ് ഞാൻ നിർദ്ദേശിച്ചത്. ഈ അഭിപ്രായ ഭിന്നതയ്ക്കിടയ്ക്ക് വേനലവധി തുടങ്ങുകയും ചികിത്സ മുടങ്ങുകയും ചെയ്തു. ഒരു നാൾ എൻ്റെ ഒരു യുവ സഹപ്രവർത്തകൻ എന്നെ സന്ദർശിച്ചു. എൻ്റെ സ്നേഹിതനായ ആൾ ഞാൻ ചികിത്സിച്ച രോഗിണിയെ, ഇർമ എന്നാണ് അവരുടെ പേര്, അവരുടെ നാട്ടിൻപുറത്തെ വസതിയിൽ ചെന്ന് കണ്ടിരുന്നു. ഇർമയുടെ സുഖവിവരങ്ങളെക്കുറിച്ച് ഞാൻ സുഹൃത്തിനോട് തിരക്കി. മറുപടി ഇങ്ങനെയായിരുന്നു: മെച്ചപ്പെടുന്നുണ്ട്, പക്ഷേ നല്ല സുഖമുള്ള അവസ്ഥയിലല്ല. ഓട്ടോ എന്ന ആ സ്നേഹിതന്റെ വാക്കുകളോ അവയുടെ സ്വരമോ എന്നെ അലോസരപ്പെടുത്തി. ആ വാക്കുകളിൽ അല്പം ഭർസനം അടങ്ങിയിരിക്കുന്നുണ്ടെന്ന് ഞാൻ സംശയിച്ചു. തെറ്റായോ ശരിയായോ ഞാൻ രോഗിക്ക് അമിത പ്രതീക്ഷ നൽകി എന്ന ഒരു സൂചന ആ വാക്കുകളിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ആ രോഗിണിയുടെ ബന്ധുക്കൾ എൻ്റെ ചികിത്സാ രീതിയോട് ഒരിക്കലും യോജിച്ചിരുന്നില്ല. അവരുടെ പ്രേരണ നിമിത്തമാണ് എൻ്റെ യുവസുഹൃത്ത് എന്നോട് സ്വരം മാറി സംസാരിച്ചതെന്ന് എനിക്ക് തോന്നി. എങ്കിലും സുഹൃത്ത് പറഞ്ഞതിൻ്റെ യഥാർത്ഥ പൊരുൾ എനിക്ക് വ്യക്തമായില്ല. അതേക്കുറിച്ച് ഞാൻ അയാളോട് വിശദീകരണം ആവശ്യപ്പെട്ടതുമില്ല. അന്ന് വൈകുന്നേരം ഞാൻ ഇർമ കേസിൻ്റെ
ക്ലിനിക്കൽ ഹിസ്റ്ററി തയ്യാറാക്കി. രോഗിണിയുടെയും എൻ്റെയും കുടുംബങ്ങളുടെ സുഹൃത്തായ ഡോക്ടർ എമ്മിന് കൊടുക്കാനാണ് ഞാനത് തയ്യാറാക്കിയത്. അക്കാലത്ത് ഡോക്ടർ എം ഞങ്ങളുടെ ഇടയ്ക്ക് ഏറ്റവും അധികം ആരാധിക്കപ്പെട്ടിരുന്ന ഡോക്ടറായിരുന്നു. അന്ന് രാത്രിയിലോ പിറ്റേന്ന് അതിരാവിലെയോ ഞാൻ താഴെ ഉദ്ധരിക്കുന്ന സ്വപ്നം കണ്ടു. ഉണർന്ന ഉടനെ ഞാനത് രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തു. ഞാൻ പൂർണ്ണമായ വ്യാഖ്യാനത്തിന് വിധേയമാക്കിയ ആദ്യത്തെ സ്വപ്നമായിരുന്നു അത്. 1895 ജൂലൈ 22-24 തീയതി രാത്രി ഞാൻ കണ്ട സ്വപ്നം. ഒരു വലിയ ഹാളിൽ ഞാനും സഹപ്രവർത്തകരും ഞങ്ങൾ അതിഥികളെ സ്വീകരിക്കുകയാണ്. അവരുടെ കൂട്ടത്തിൽ ഇർമയുമുണ്ട്. ഞാൻ അവളെ ഒരു വശത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്റെ ചികിത്സാവിധി സ്വീകരിക്കാത്തതിന്റെ പേരിൽ ശകാരിക്കാനായാണ് ഞാൻ അവളെ ഒറ്റയ്ക്ക് മറ്റൊരിടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഞാൻ അവളോട് പറയുന്നു, നിനക്കിപ്പോഴും വേദനയുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റുമൂലം സംഭവിച്ചതാണ്. അവൾ മറുപടി പറഞ്ഞു, നിങ്ങൾക്കറിയില്ല എത്രമാത്രം വേദന ഞാൻ അനുഭവിക്കുന്നുവെന്ന്. തൊണ്ടയിലും വയറിലുമൊക്കെ കടുത്ത വേദനയാണ്. എനിക്കാകെ ശ്വാസം മുട്ടുകയാണ്. ഞാൻ വല്ലാതെ ഭയന്നു പോകുന്നു. ഞാൻ അവളെ സൂക്ഷിച്ചു നോക്കുന്നു. അവൾ ആകെ വിളറി വെളുത്തിരിക്കുകയാണ്. ശാരീരികമായി അവൾ അനുഭവിക്കുന്ന രോഗലക്ഷണങ്ങളെ ഞാൻ അവഗണിക്കുന്നതായി എനിക്ക് തോന്നുന്നു. അവളുടെ തൊണ്ടയെ പരിശോധിക്കാനായി ഞാൻ അവളെ ജനാലയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വായ് തുറക്കാൻ ആദ്യം അവൾ വിസമ്മതിക്കുന്നു. കൃത്രിമപ്പല്ല് വെച്ചവളെ മാതിരി അവൾ വായ് മുറുക്കി അടയ്ക്കുന്നു. ഒടുവിൽ അവൾ വായ് മലർക്കെ തുറക്കുന്നു. വായുടെ വലതുഭാഗത്തായി വലിയൊരു വെളുത്ത പാട് കാണുന്നു. അതുകൂടാതെ വായ്ക്കകത്താകെ വെളുത്ത വ്രണങ്ങൾ ഉള്ളതായി ഞാൻ കാണുന്നു. ഞാൻ ഡോക്ടർ എമ്മിനെ വിളിക്കുന്നു. അദ്ദേഹവും ഞാൻ കണ്ടത് സത്യമാണെന്ന് സമ്മതിക്കുന്നു. സാധാരണ നിലയിലല്ല ഡോക്ടർ എം കാണപ്പെടുന്നത്. വളരെ ക്ഷീണിതനായാണ് അദ്ദേഹം കാണപ്പെടുന്നത്. നടക്കുമ്പോൾ മുടന്തുന്നു. ഇപ്പോൾ എൻ്റെ സുഹൃത്ത് ഓട്ടോയും അയാളുടെ അടുത്ത് നിൽക്കുന്നതായി ഞാൻ കാണുന്നു. മറ്റൊരു സുഹൃത്തായ ലിയോപോൾഡ് അവളുടെ നെഞ്ചിൽ മുട്ടി നോക്കിയിട്ട് ഇങ്ങനെ പറയുന്നു, ഇവിടെ അവൾക്ക് നിശ്ചേതനത്വം ബാധിച്ചിരിക്കുന്നു. അവളുടെ ഇടതു തോളിലെ ചർമ്മത്തിൽ സുഷിരം വീണിരിക്കുന്നതായും അയാൾ പറയുന്നു. തുണി മൂടിക്കിടന്നിട്ടും അതെനിക്ക് തൊട്ടറിയാൻ കഴിയുന്നു. എം പറയുന്നു, ഇത് രോഗം തന്നെ എന്നതിന് സംശയമില്ല. പക്ഷെ ഭയക്കേണ്ടതില്ല. ഉടനെ വയറുകടികൂടി ഉണ്ടാവും. വിഷം പുറത്തു പോവുകയും ചെയ്യും. രോഗബാധ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞങ്ങൾക്കറിയാം. അടുത്ത കാലത്തായി ഒട്ടോ അവൾക്ക് പ്രോപ്പിൽസും പൊപ്പിയോണിക് ആസിഡും ട്രിമിത്തൈലാമിനും ചേർന്ന ഒരു കുത്തിവയ്പ് നടത്തിയിരുന്നു. വളരെ കരുതലോടെ ഉപയോഗിക്കേണ്ട ഔഷധ ചേരുവയാണിത്. കുത്തിവയ്പ്പിന് ഉപയോഗിച്ച സിറിഞ്ച് വൃത്തിയുള്ളതായിരുന്നില്ല. ഒരു മാതൃകാ സ്വപ്നമാണ് ഇത്. തലേനാളിലെ ഏത് സംഭവത്തോടാണ് ഇത് ബന്ധപ്പെടുന്നതെന്നും ഏത് വിഷയത്തെക്കുറിച്ചുള്ള സ്വപ്നമാണിതെന്നും വ്യക്തമായിരുന്നു. പ്രാരംഭ പ്രസ്താവം ഇതൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഓട്ടോയിൽ നിന്നറിഞ്ഞ ഇർമയുടെ അനാരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തയും രാത്രി വളരെ വൈകുന്നതുവരെ ഉറക്കമിളിച്ചിരുന്നെഴുതിയ അവളുടെ ക്ലിനിക്കൽ ഹിസ്റ്ററിയും ഉറക്കത്തിലും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നു. എന്നിരുന്നാലും ഈ പ്രാരംഭ പ്രസ്താവവും സ്വപ്നത്തിന്റെ ഉള്ളടക്കവും അറിയാമായിരുന്ന ആർക്കും തന്നെ സ്വപ്നം എന്തർത്ഥമാണ് ധ്വനിപ്പിക്കുന്നതെന്ന് പറയാനാവില്ല. എനിക്കും അതേക്കുറിച്ച് വലിയ വിവരമില്ലായിരുന്നു. സ്വപ്നത്തിൽ ഇർമ പരാതിപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്നെ വിസ്മയിപ്പിച്ചു. കാരണം അവയ്ക്ക് വേണ്ടി ആയിരുന്നില്ല ഞാൻ ചികിത്സ നടത്തിയിരുന്നത്. പ്രോപ്പിയോണിക് ആസിഡിന്റെ കുത്തിവയ്പ്പിനെ കുറിച്ചും അതിന്റെ ദുഷ്ഫലം ഒഴിവാകുന്നത് എങ്ങനെയെന്നുമുള്ള ഡോക്ടർ എമ്മിന്റെ വിശദീകരണവും എന്നിൽ ചിരിയുണർത്തി. അന്ത്യത്തിൽ സ്വപ്നം ആരംഭത്തിൽ എന്നതിനേക്കാൾ അവ്യക്തവും ത്വരിതഗതിയിൽ രംഗങ്ങൾ മിന്നിമറയുന്ന തരത്തിലുള്ളതുമായിരുന്നു. ഈ സ്വപ്നത്തിന്റെ അർത്ഥവും പ്രാധാന്യവും അറിയുന്നതിനായി ഫലപ്രദമായൊരു വിശകലനം നടത്താൻ ഞാൻ നിശ്ചയിച്ചു. വിശകലനം. വിശാലമായൊരു ഹാളിൽ ഞങ്ങൾ അതിഥികളെ സ്വീകരിക്കുന്നു. ആ വേനൽക്കാലത്ത് ഞങ്ങൾ ബെല്ലേവ്യൂവിൽ താമസിക്കുകയായിരുന്നു. കാലൻബാർഗിനടുത്തുള്ള കുന്നിന്മേൽ ഒറ്റപ്പെട്ട ഒരു വീടായിരുന്നു അത്. ആഘോഷങ്ങൾക്കുള്ള വേദിയായിട്ടാണ് ആ കെട്ടിടം പണിതത്. അതുകൊണ്ട് തന്നെ ആ കെട്ടിടത്തിൽ വലിയ ഹാള് പോലെയുള്ള മുറികളുണ്ടായിരുന്നു. ഈ കെട്ടിടത്തിനകത്ത് കിടക്കുമ്പോഴാണ് ഞാൻ ആ സ്വപ്നം കണ്ടത്. അതും എൻ്റെ പത്നിയുടെ ജന്മദിനത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. അന്ന് പകൽ ജന്മദിനാഘോഷത്തെക്കുറിച്ച് സംസാരിച്ച കൂട്ടത്തിൽ അനേകം സുഹൃത്തുക്കൾ ജന്മദിനത്തിൽ വരുമെന്ന് ഭാര്യ സൂചിപ്പിച്ചിരുന്നു. ഇർമ വരുമെന്ന കാര്യവും അവൾ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് താഴെ പറയുന്ന ഒരു ചുറ്റുപാട് എൻ്റെ സ്വപ്നത്തിലുണ്ടായത്. ഭാര്യയുടെ ജന്മദിനം. ബെല്ലേവ്യൂവിലെ വിശാലമായ ഹാളിൽ ഞങ്ങൾ ഇർമ ഉൾപ്പെടുന്ന അതിഥികളെ സ്വീകരിക്കുന്നു. ഇപ്പോഴും നിനക്ക് വേദനയുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റുമൂലം സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇർമയെ ശകാരിക്കുന്നു എന്ന സ്വപ്നത്തിലുള്ളത്. ഉണർന്നിരിക്കുന്ന സമയത്ത് പോലും ഞാനിത് ഇർമയോട് പറയുമായിരുന്നു. രോഗലക്ഷണങ്ങളുടെ ഉള്ളർത്ഥം രോഗികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് എൻ്റെ കർത്തവ്യമെന്ന് അക്കാലത്ത് ഞാൻ ധരിച്ചിരുന്നു. പിന്നീട് ഞാൻ തിരുത്തുകയുണ്ടായി. രോഗികൾ എൻ്റെ ചികിത്സാവിധികൾ സ്വീകരിക്കുന്നോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത്, എൻ്റെ നിർദ്ദേശങ്ങൾ അപ്പടി അനുസരിക്കാൻ രോഗികളെ നിർബന്ധിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തമായി ഞാനന്ന് കണ്ടിരുന്നില്ല. ആ വൈകല്യം തരണം ചെയ്യാൻ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് അതെനിക്കൊരു അനുഗ്രഹമായിരുന്നു. കാരണം അന്ന് ചികിത്സാമുറകളെ സംബന്ധിച്ച് സുവ്യക്തമായ ഒരു പദ്ധതി തയ്യാറാക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ഫലപ്രദമായ ഒരു ചികിത്സാ രീതി ആവിഷ്കരിക്കാനുള്ള യത്നത്തിലായിരുന്നു ഞാൻ. അപ്പോൾ രോഗം ഭേദപ്പെടുത്തുന്നതിനുള്ള പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക മാത്രമായിരുന്നു എൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏക പോംവഴി.
രോഗം ഭേദമാക്കാൻ കഴിയാത്തതിന്റെ പേരിൽ പഴിയേൽക്കാൻ ഞാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാകണം അബോധചിന്തയിൽ അക്കാര്യം നിറഞ്ഞു നിന്നതിനാലാകണം രോഗം ഭേദമാകാത്തത് ഇർമയുടെ തന്നെ തെറ്റുമൂലമാണെന്ന് ഞാൻ സ്വപ്നത്തിൽ പറഞ്ഞത്. സ്വപ്നത്തിന്റെ ഉദ്ദേശം തന്നെ ഇതായിരുന്നുവെന്ന് പറയാനാകുമോ? ഇനി സ്വപ്നത്തിലെ ഇർമയുടെ പരാതികൾ. കഴുത്തിലും ഉദരത്തിലും ആമാശയത്തിലുമൊക്കെ വേദന, വേദന നിമിത്തം അവൾ വീർപ്പുമുട്ടുന്നു. ആമാശയ വേദന അവളുടെ രോഗലക്ഷണങ്ങളിൽ ഒന്നായിരുന്നു. എന്നാൽ അത് നിസ്സാര ലക്ഷണം മാത്രമായിരുന്നു. എന്നാൽ മനംപുരട്ടൽ കൂടെ കൂടെ ഉണ്ടാകാറുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. കഴുത്തിലും ഉദരത്തിലും വേദനയുണ്ടെന്നോ തൊണ്ടയിൽ വ്രണമുണ്ടെന്നോ അവൾ ഒരിക്കലും പരാതിപ്പെട്ടിരുന്നില്ല. സ്വപ്നത്തിൽ ഈ ലക്ഷണങ്ങൾ കടന്നുകൂടിയത് എങ്ങനെയെന്ന് ഞാൻ അതിശയിക്കുന്നു. അപ്പോൾ എനിക്കതിനൊരു മറുപടിയില്ല. സ്വപ്നത്തിൽ അവൾ വിളറി വെളുത്ത് കാണുന്നു. എന്റെ രോഗി എന്നും റോസാപ്പൂവിന്റെ നിറമുള്ളവൾ ആയിരുന്നു. അവൾക്ക് പകരം മറ്റാരെയോ ആകണം സ്വപ്നത്തിൽ ഞാൻ കണ്ടത്. സ്വപ്നത്തിൽ ശാരീരികമായ രോഗലക്ഷണങ്ങളെ ഞാൻ വിഗണിച്ചതായി എനിക്ക് തോന്നി. മനോരോഗികളെ മാത്രം ചികിത്സിക്കുന്ന ഒരുവനിൽ നിരന്തരം ഉണ്ടാകുന്ന ഭയമാണിത്. മറ്റു ചികിത്സകർ ശാരീരിക രോഗങ്ങളെ പരിഗണിക്കുന്ന പല ലക്ഷണങ്ങളെയും മനോരോഗ ചികിത്സകൻ മാനസിക വൈകല്യത്തിന്റെ പ്രതിഫലനമായി കാണാറുണ്ട്. പലപ്പോഴും അത് ശരിയാണ് താനും. എന്നാൽ തന്റെ രോഗനിർണയം പൂർണ്ണമായും ശരിയാണോ എന്ന സന്ദേഹം ചികിത്സകനെ അലട്ടുന്നുണ്ടാകും. ഈ രീതി ശരിയാണോ എന്ന ചിന്ത എന്റെ മനസ്സിൽ കൂടെ കൂടെ കടന്നു വരാറുണ്ട്. ഇർമയുടെ അസുഖം ശാരീരികമാണെങ്കിൽ അത് ഭേദപ്പെടുത്തുക എന്നത് എന്റെ കർത്തവ്യമല്ല. എന്റെ ചികിത്സയിലൂടെ ഹിസ്റ്റീരിയ മാത്രമേ ദൂരീകൃതമാകൂ. എന്റെ രോഗനിർണയത്തിൽ തെറ്റ് കണ്ടെത്താൻ ഞാൻ ആഗ്രഹിച്ചിരുന്നതായി തോന്നുന്നു. രോഗനിർണയം ശരിയല്ലെന്ന് വന്നാൽ, ഇർമയുടേത് ശാരീരിക വ്യാധിയാണെന്ന് തെളിഞ്ഞാൽ, അവളുടെ രോഗം ഭേദപ്പെടുത്താത്തതിന്റെ പേരിൽ ഞാൻ പഴിക്കപ്പെടില്ലല്ലോ. സ്വപ്നത്തിൽ തൊണ്ട പരിശോധിക്കുന്നതിനായി ഞാൻ അവളെ ജനാലയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. വൈപ്പുബല്യകാരിയെ പോലെ അവൾ വായ് തുറക്കാൻ മടിക്കുന്നു. അങ്ങനെ ശങ്കിക്കേണ്ടതിന്റെ ആവശ്യം അവൾക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇർമയുടെ പല്ലിനെ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സന്ദർഭം എനിക്കുണ്ടായിട്ടേയില്ല. സ്വപ്നത്തിലെ ഈ സംഭവം മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈ സ്വപ്നം കാണുന്നതിന് മുമ്പ് പുറമേ സുന്ദരിയെന്ന് തോന്നിച്ചിരുന്ന ഒരു ഗവർണസിനെ ഞാൻ പരിശോധിച്ചിരുന്നു. വായ് തുറക്കാൻ പറഞ്ഞപ്പോൾ പല്ല് കാണിക്കാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നത് ഞാൻ കണ്ടു. ചികിത്സകനും ചികിത്സിക്കപ്പെടുന്നവർക്കും ഒരുപോലെ അസ്വസ്ഥകരങ്ങളായ ഇത്തരം ചില രഹസ്യം വെളിപ്പെടുത്തലുകൾ ഈ സ്വപ്നത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കാം. അങ്ങനെ ശങ്കിക്കേണ്ട ആവശ്യം അവൾക്കില്ല എന്നത് ഇർമയുടെ സൗന്ദര്യത്തെ വാഴ്ത്തുന്ന എന്റെ മനോഭാവത്തിന്റെ വെളിപ്പെടലാകാം. ഇതിന് മറ്റൊരർത്ഥവും ആരോപിക്കാനാകും. സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷമുള്ള ഒരു നിഗമനം ആണിത്. ജനാലക്കരികിലെ ഇർമയുടെ നിൽപ്പ് മറ്റൊരനുഭവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നിൽ ഉയർത്തി. ഇർമയ്ക്ക് ഒരു സ്നേഹിതയുണ്ടായിരുന്നു. അവളെക്കുറിച്ച് എനിക്ക് വലിയ മതിപ്പായിരുന്നു. ഒരു വൈകുന്നേരം ഞാൻ അവളെ സന്ദർശിച്ചപ്പോൾ ഇർമ എങ്ങനെ ജനാലയ്ക്കരികിൽ നിന്നതായി സ്വപ്നത്തിൽ ഞാൻ കണ്ടുവോ അങ്ങനെ അവളുടെ സ്നേഹിത നിൽക്കുന്നതായി കണ്ടു. അവളുടെ തൊണ്ടയ്ക്ക് അസുഖമുള്ളതായി ഡോക്ടർ എം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ ഇതേ തൊണ്ടരോഗവും ഡോക്ടർ എമ്മും കാണപ്പെട്ടു എന്നത് ആകസ്മികമല്ല. ഇർമയുടെ ഈ സ്നേഹിതയ്ക്കും ഹിസ്റ്റീരിയ രോഗമുള്ളതിന്റെ സൂചനകൾ ഏതാനും മാസങ്ങളായി ഞാൻ ശ്രദ്ധിച്ചു വരികയായിരുന്നു. അതെ, ഇർമയും ഇക്കാര്യം എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവളുടെ രോഗത്തിന്റെ സ്വഭാവവിശേഷത്തെക്കുറിച്ച് ഒറ്റ കാര്യം മാത്രമേ എനിക്കറിയാമായിരുന്നുള്ളൂ. സ്വപ്നത്തിലെ ഇർമയെപ്പോലെ അവളും വീർപ്പുമുട്ടൽ അനുഭവിച്ചിരുന്നു. ഇങ്ങനെ ഇർമയുടെ സ്ഥാനത്ത് അവളുടെ സ്നേഹിതയെ ഞാൻ കാണുകയായിരുന്നു. ഹിസ്റ്റീരിയ രോഗം മാറ്റാനായി അവളും എന്റെ സേവനങ്ങൾ ആവശ്യപ്പെട്ടേക്കുമെന്ന് ഞാൻ കരുതിയിരുന്നതായി ഇപ്പോൾ ഞാൻ ഓർക്കുന്നു. എന്നാൽ അവൾ തുറന്ന മനസ്സുകാരി അല്ലാത്തതിനാൽ അവളെ ചികിത്സിച്ച് ഭേദപ്പെടുത്താനാവുമെന്ന് ഇപ്പോഴും എനിക്ക് പ്രതീക്ഷയില്ല. സ്വപ്നത്തിൽ കണ്ടതുപോലെ അവൾ നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ മടിക്കുന്നവളാണ്. അവൾക്ക് ചികിത്സയുടെ ആവശ്യമില്ലെന്ന് പറയാവുന്നതുമാണ്. വാസ്തവത്തിൽ ഇന്നോളം അവൾ മറ്റൊരാളുടെ സഹായമില്ലാതെ തന്റെ മാനസിക നില പരിധി വിട്ടുപോകാതെ നോക്കുന്നതിൽ വിജയിച്ചതായിട്ടാണ് കാണപ്പെടുന്നത്. അത്രത്തോളം ഉൾക്കരുത്ത് അവൾക്കുണ്ട്. ഇപ്പോൾ ചുരുക്കം ചില ഘടകങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ സ്വപ്ന സവിശേഷതകളെ ഇർമയുമായോ അവളുടെ സ്നേഹിതയുമായോ ബന്ധപ്പെടുത്താനാവില്ല. വിളർച്ചയും കൃത്രിമ പല്ലും ഇവർ രണ്ടുപേരുടെയും സവിശേഷതയല്ല. കൃത്രിമ പല്ല് ഗവർണസുമായി ബന്ധപ്പെട്ടതാണ്. ഈ സവിശേഷതകളുള്ള മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഇപ്പോൾ ഓർമ്മ വരുന്നു. അവൾ എന്റെ ചികിത്സയിലായിരുന്നില്ല. അവളെ ചികിത്സിക്കണമെന്ന് എനിക്ക് ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. എന്നോട് അത്ര പൊരുത്തമില്ലാതിരുന്ന അവൾ ഞാൻ പറയുന്നത് അനുസരിക്കാൻ കൂട്ടാക്കുകയില്ല എന്നതുകൊണ്ടാണ് അവളെ ചികിത്സിക്കാൻ എനിക്ക് താല്പര്യമില്ലാതിരുന്നത്. അവൾ പൊതുവെ വിളർച്ചയുള്ളവൾ ആയിരുന്നു. ഒരു നാൾ അവൾ കിതയ്ക്കുന്നതായി ഞാൻ കണ്ടു. ഇവിടെ ഒരു അടിക്കുറിപ്പുണ്ട്. ഇതുവരെ വ്യാഖ്യാനിക്കപ്പെടാത്ത ഉദരവേദന ഈ മൂന്നാം വ്യക്തിയുമായി ബന്ധപ്പെട്ട സംഗതിയാണെന്ന് പറയാം. അവൾ എൻ്റെ ഭാര്യയാണ്. ഒരിക്കൽ ഉദരവേദന അനുഭവപ്പെട്ടപ്പോൾ അവൾ ആകെ പരവശയാകുന്നതും വ്രീളാവിവശയാകുന്നതും ഞാൻ കണ്ടു. സ്വപ്നത്തിൽ ഇർമയോടും ഭാര്യയോടും വേണ്ടത്ര മാന്യമായല്ല ഞാൻ പെരുമാറിയതെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഇരുവരെയും ധീരരും അതേസമയം അനുസരണാശീലരുമായ രോഗിണികളായാണ് ഞാൻ കണ്ടത്. അടിക്കുറിപ്പ് അവസാനിക്കുന്നു.
പുസ്തകം തുടരുന്നു. ഇർമയെ ഇങ്ങനെ മറ്റു രണ്ടുപേരുമായി താരതമ്യപ്പെടുത്തി. സ്വപ്നത്തിൽ ഞാൻ എന്തുകൊണ്ടാണ് ഇർമയുടെ സ്ഥാനത്ത് അവളുടെ സ്നേഹിതയെ കണ്ടത്? അവളുടെ സ്നേഹിത എന്നിൽ ശക്തമായ സഹതാപം ഉണർത്തിയതുകൊണ്ടോ അവളുടെ ബുദ്ധിവൈഭവത്തിൽ എനിക്ക് മതിപ്പുളവായതുകൊണ്ടോ ആകാം ഞാനത് ചെയ്തത്. എനിക്ക് ഇർമയോട് അല്പം പരിഭവവും ഉണ്ടായിരുന്നു. മറ്റേ സ്ത്രീ പെട്ടെന്ന് കാര്യങ്ങൾ ഗ്രഹിക്കുന്നവളായിരുന്നു. അതുകൊണ്ട് അവൾ എളുപ്പം ചികിത്സയ്ക്ക് വഴങ്ങുമെന്ന് എനിക്ക് തോന്നിയിരിക്കണം. പിന്നെ വായി നല്ലവണ്ണം തുറന്നു ഇർമയേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൾ പറയുമെന്ന് ഞാൻ കരുതിയിരിക്കണം. ഇവിടെ ഒരു അടിക്കുറിപ്പുണ്ട്. ഈ ഘടകത്തിന്റെ വ്യാഖ്യാനം എല്ലാ ഉള്ളർത്ഥങ്ങളിലേക്കും കടന്നു ചെന്നിട്ടില്ലെന്ന് ഞാൻ സംശയിക്കുന്നു. 3 സ്ത്രീകളെയും താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഏറെ കാര്യങ്ങൾ പറയാനാകും. അത് ചെയ്യുന്നതിനായി വളരെയേറെ പ്രയത്നം ആവശ്യമായി വരും. എല്ലാ സ്വപ്നങ്ങളിലും അളക്കാനാവാത്ത, പൂർണ്ണമായി മനസ്സിലാക്കാനാവാത്ത ഒരു സംഗതി ഉണ്ടായെന്ന് വരും. അതാണ് അറിയപ്പെടാത്ത കാര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അടിക്കുറിപ്പ് അവസാനിക്കുന്നു. സ്വപ്നത്തിൽ തൊണ്ടയിൽ ഞാൻ കണ്ട കാര്യങ്ങൾ: വെളുത്ത പാടും വ്രണങ്ങളും. വെളുത്ത പാട് തൊണ്ടവേദനയെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ ഞാൻ ഇർമയുടെ സ്നേഹിതയെ ഓർക്കുന്നു. അതോടൊപ്പം 2 വർഷം മുമ്പ് എന്റെ മൂത്ത പുത്രിക്കുണ്ടായ കഠിന രോഗത്തെക്കുറിച്ചും തന്മൂലമുണ്ടായ വ്യഥയെക്കുറിച്ചുമൊക്കെ ഞാൻ ഓർക്കുന്നു. വ്രണങ്ങൾ എന്റെ തന്നെ ആരോഗ്യത്തെ സംബന്ധിച്ച ഉത്കണ്ഠയെ ഓർമ്മിപ്പിക്കുന്നു. മൂക്കിലെ വീക്കം നിമിത്തമുള്ള അസ്വസ്ഥതകൾ ലഘൂകരിക്കാനായി ഞാൻ അക്കാലത്ത് കൂടെ കൂടെ കൊക്കൈൻ ഉപയോഗിച്ചിരുന്നു. ഇതുപോലെ കൊക്കൈൻ ഉപയോഗിച്ചിരുന്ന ഒരു രോഗിണിയുടെ മൂക്കിലെ ശ്ലേഷ്മപാളിയിൽ മാരകമായ നെക്രോസിസ് പിടിപെട്ടതായി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടിരുന്നു. 1885 ഞാൻ തന്നെയാണ് കൊക്കൈൻ ഉപയോഗിക്കാൻ ഉപദേശിച്ചത്. അതിന്റെ പേരിൽ പിന്നീട് എനിക്ക് ഏറെ ശകാരം കേൾക്കേണ്ടി വരികയും ചെയ്തു. കൊക്കൈൻ അമിതമായി ഉപയോഗിച്ചിരുന്ന എന്റെ ഒരു സുഹൃത്ത് ഞാൻ സ്വപ്നം കാണുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മരിച്ചു പോവുകയും ചെയ്തിരുന്നു. സ്വപ്നത്തിൽ ഞാൻ പെട്ടെന്ന് ഡോക്ടർ എമ്മിനെ വിളിക്കുന്നു. അദ്ദേഹവും അവളെ പരിശോധിക്കുന്നു. എമ്മിന് ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സ്ഥാനമാണ് ഇത് സൂചിപ്പിക്കുന്നത്. എന്നാൽ പെട്ടെന്ന് എന്ന പ്രയോഗം കൂടി ഉള്ളതുകൊണ്ട് ഇക്കാര്യം മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കേണ്ടിയിരിക്കുന്നു. ഇത് വേദനാകരമായ ഒരു വൈദ്യശാസ്ത്ര അനുഭവത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നിൽ ഉണർത്തുന്നു. അന്ന് ഹാനികരമല്ലെന്നു കരുതിയിരുന്ന ഒരു ഔഷധം, സൾഫോനൽ, ഒരു രോഗിണിക്ക് എഴുതി കൊടുത്തതിനെ തുടർന്ന് അവളുടെ സ്ഥിതി ആകെ വഷളായി. ഒടുവിൽ എനിക്ക് കൂടുതൽ അനുഭവസമ്പന്നനായ ഒരു സഹപ്രവർത്തകന്റെ സഹായം തേടേണ്ടി വന്നു. ഈ രോഗിണിയെക്കുറിച്ചുള്ള ഓർമ്മയാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത് എന്നതിന് മറ്റൊരു തെളിവ് കൂടിയുണ്ട്. ഔഷധം ഉപയോഗിച്ചതിനെ തുടർന്ന് രോഗം മൂർച്ഛിച്ച രോഗിണിക്കും എന്റെ മൂത്ത മകൾക്കും ഒരേ പേരാണ് ഉണ്ടായിരുന്നത്. ഇന്നോളം ഞാൻ അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതേക്കുറിച്ച് ഓർക്കുമ്പോൾ വിധിയുടെ പകരം വീട്ടലായി എനിക്ക് അനുഭവപ്പെടുന്നു. ഒരു വ്യക്തിക്ക് പകരം മറ്റൊരു വ്യക്തി, ഒരു മാറ്റിൽഡയ്ക്ക് പകരം മറ്റൊരു മാറ്റിൽഡ, കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്. ചികിത്സാപരമായ പിഴകളുടെ പേരിൽ സന്ദർഭം കിട്ടുമ്പോഴൊക്കെ സ്വയം വിമർശനത്തിന് വിധേയമാകുന്ന എന്റെ ശീലമാണ് ഇതിലൂടെ പ്രകടമാകുന്നത്. സ്വപ്നത്തിൽ ഡോക്ടർ എം വിളറിയും താടി വടിച്ചും കാണപ്പെടുന്നു. അയാൾ മുടന്തുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ ശരി ഏറെയുണ്ട്. എമ്മിന്റെ ആരോഗ്യസ്ഥിതി സുഹൃത്തുക്കളെ വ്യാകുലപ്പെടുത്തിയിരുന്നു. മറ്റു 2 സ്വഭാവവിശേഷങ്ങൾ മറ്റൊരു വ്യക്തിയുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. വിദേശത്ത് താമസിക്കുന്ന ജ്യേഷ്ഠ സഹോദരൻ എന്റെ സ്മരണയിൽ കടന്നു വന്നു. അദ്ദേഹവും താടി വടിക്കുന്ന ശീലക്കാരനാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സ്വപ്നത്തിലെ എം അദ്ദേഹത്തോട് സാമ്യമുള്ളവനായിരുന്നു. അരക്കെട്ടിൽ എന്തോ തകരാറ് സംഭവിച്ചു നിമിത്തം ജ്യേഷ്ഠ സഹോദരൻ ഈയിടെ കുറെ നാൾ മുടന്തി നടന്നതായി ഞാൻ അറിഞ്ഞിരുന്നു. ഈ 2 വ്യക്തികളെയും സ്വപ്നത്തിൽ ഒന്നിപ്പിച്ചതിന് കാരണമുണ്ടാകണം. ഒരേ തരത്തിലുള്ള കാരണങ്ങളാൽ 2 പേരോടും ഈർഷ്യയിലായിരുന്നു ഞാൻ. ഞാൻ ഈയിടെ അവർക്ക് മുമ്പാകെ അവതരിപ്പിച്ച നിർദ്ദേശത്തെ അവർ തള്ളിക്കളഞ്ഞതായിരുന്നു കാരണം. സ്വപ്നത്തിൽ ഓട്ടോ എന്ന സ്നേഹിതൻ ഇപ്പോൾ രോഗിണിയുടെ അടുത്ത് നിൽക്കുന്നു. മറ്റൊരു സ്നേഹിതനായ ലിയോപോൾഡ് അവളെ പരിശോധിക്കുകയും അവളുടെ ഇടത് നെഞ്ചിലൊരിടം നിശ്ചേതനമാണെന്ന് പറയുകയും ചെയ്യുന്നു. ഓട്ടോയുടെ ബന്ധുവായ ലിയോപോൾഡ് ഒരു പിശഗ്വരനാണ്. ഇരുവരും ഒരേ വിഷയത്തിൽ വിശേഷ ജ്ഞാനമുള്ളവരാകിയാൽ അവർ മത്സരബുദ്ധിയോടെയാണ് പ്രവർത്തിക്കുന്നത്. അവർ നിരന്തരം തങ്ങളുടെ വൈദഗ്ധ്യങ്ങളെ പരസ്പരം താരതമ്യപ്പെടുത്തി നോക്കാറുണ്ട്. മനോരോഗം ബാധിച്ച കുട്ടികളെ ചികിത്സിക്കുന്ന ക്ലിനിക്കിൽ ഞാൻ ഡയറക്ടറായിരിക്കെ ഇരുവരും എന്റെ സഹായികളായി പ്രവർത്തിച്ചിട്ടുണ്ട്. സ്വപ്നത്തിൽ വെളിപ്പെട്ടതുപോലുള്ള രംഗങ്ങൾ അവിടെ പലപ്പോഴും അരങ്ങേറിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിയുടെ രോഗനിർണയത്തെക്കുറിച്ച് ഞാൻ ഓട്ടോയുമായി ചർച്ച ചെയ്യുമ്പോൾ ലിയോപോൾഡ് പുതുതായി കുട്ടിയെ പരിശോധിക്കുകയും അവിചാരിതമായ ഒരു പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവരിരുവരും വ്യത്യസ്തരായിരുന്നു. ഇൻസ്പെക്ടർ ബ്രഗീസും അയാളുടെ സ്നേഹിതനായ കാറലും തമ്മിലുള്ള വിഭിന്നത പോലുള്ള വ്യത്യസ്തതയായിരുന്നു അത്. ഓട്ടോ സദാ ജാഗരൂകനും ക്ഷിപ്രഗതിക്കാരനുമായിരുന്നു. ലിയോപോൾഡ് മന്ദഗതിക്കാരനും ചിന്തിച്ചുറച്ച് പ്രവർത്തിക്കുന്നതിനുമായിരുന്നു. എന്നാൽ അദ്ദേഹം കാര്യങ്ങളെ സമഗ്രമായി വിലയിരുത്തുന്നവനായിരുന്നു. സ്വപ്നത്തിൽ ഓട്ടോയെയും ലിയോപോൾഡിനെയും വിരുദ്ധ അഭിപ്രായക്കാരായി കണ്ട ഞാൻ ലിയോയെ ശ്ലാഘിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. അനുസരണയില്ലാത്ത രോഗിണിയായ ഇർമയെയും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കുന്ന അവളുടെ സ്നേഹിതയെയും
താരതമ്യപ്പെടുത്തിയതുപോലുള്ള പ്രവർത്തനമായിരുന്നു അത്. സ്വപ്നത്തിൽ ആശയങ്ങൾ ഒത്തുചേർന്നത് ഏതു വഴിയിലൂടെയായിരുന്നുവെന്ന് അപ്പോൾ ഞാൻ അറിയുന്നു. രോഗിയായ കുട്ടിയിൽ നിന്ന് കുട്ടിയുടെ ക്ലിനിക്കിലേക്ക്. ഇടതുനെഞ്ചിലെ ചേതനയില്ലായ്മയെക്കുറിച്ചാണെങ്കിൽ സമാനമായ ഒരു രോഗാവസ്ഥയെപ്പറ്റി ഞാൻ മുമ്പ് കേട്ടിരുന്നു. ലിയോപോൾഡ് തന്റെ സമഗ്രതയാർന്ന രോഗനിർണയ പാടവം പ്രകടിപ്പിച്ച ഒരു കേസായിരുന്നു അത്. സ്വപ്നത്തിൽ ഞാൻ കണ്ട സ്ത്രീ ക്ഷയരോഗത്തിന് സമാനമായ രോഗലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചത്. സ്വപ്നത്തിലെ ഇടതു തോളിലെ ചർമ്മരോഗം. ഇതിന് എൻ്റെ തന്നെ തോളിലെ വാദസംബന്ധിയായ രോഗത്തോടാണ് ബന്ധമുള്ളത്. രാത്രി വളരെ വൈകിയോളം ഉണർന്നിരുന്നാൽ എൻ്റെ ഇടതു തോൾ വേദനിക്കുമായിരുന്നു. വസ്ത്രം മൂടിയിരുന്നെങ്കിലും അതെനിക്ക് കാണാമായിരുന്നു, അനുഭവിക്കാനാകുമായിരുന്നു എന്ന പ്രയോഗം തന്നെ സന്ദിഗ്ധാർത്ഥത്തിലുള്ളതാണ്. സ്വന്തം ശരീരത്തിൽ ഞാൻ അനുഭവിക്കുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഉദ്ദേശിച്ചത്. സ്വപ്നത്തിൽ വസ്ത്രം മൂടിയിരുന്നിട്ടും എന്ന പ്രയോഗം, ഇത് തീർച്ചയായും ഒരു കൂട്ടിച്ചേർക്കൽ മാത്രമാണ്. ക്ലിനിക്കിൽ കുട്ടികളെ ഞങ്ങൾ വിവസ്ത്രരാക്കിയാണ് പരിശോധിച്ചിരുന്നത്. എന്നാൽ പ്രായപൂർത്തിയായ രോഗികളെ അങ്ങനെ പരിശോധിക്കാനാകുമായിരുന്നില്ല. വസ്ത്രം മാറാതെ തന്നെ രോഗികളെ പരിശോധിച്ചിരുന്ന ഒരു വിദഗ്ധ ഡോക്ടറെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു. ഇക്കാര്യത്തിൽ മറ്റൊന്നും വ്യക്തമല്ല. കൂടുതലായി ഒന്നും ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. സ്വപ്നത്തിൽ ഡോക്ടർ എം പറയുന്നു, ഇതൊരു രോഗമാണ്, പക്ഷെ വേവലാതിപ്പെടേണ്ട. വയറുകടി ഉണ്ടാവുകയും വിഷം പുറത്തു പോവുകയും ചെയ്യും. ആദ്യം ഇത് വിഡ്ഢിത്തമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതെന്തായാലും മറ്റു ഘടകങ്ങളെപ്പോലെ ഇതിനെയും ശ്രദ്ധാപൂർവം വിശകലനം ചെയ്യേണ്ടതുണ്ട്. സസൂക്ഷ്മം പരിശോധിച്ചാൽ ഇതിന്റെ അർത്ഥം കണ്ടെത്താനാവും. രോഗിണിയിൽ ഞാൻ കണ്ടത് തൊണ്ടരോഗമാണ്. എൻ്റെ പുത്രി ചികിത്സയിലായിരുന്നപ്പോൾ ഈ രോഗത്തെക്കുറിച്ച് നടന്ന ചർച്ചയെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. ചെറിയ തോതിൽ തുടങ്ങുന്ന തൊണ്ടരോഗം ശരീരത്തിന്റെ ഇതര ഭാഗങ്ങളിലെ പല ലക്ഷണങ്ങൾക്കും കാരണമാക്കുമത്രേ. നെഞ്ചിലെ നിശ്ചേതനാവസ്ഥയെ ചൂണ്ടിക്കാട്ടിയ ലിയോപോൾഡ് ഇത്തരമൊരു പൊതുവായ വ്യാധിയുടെ സാന്നിധ്യം തെളിയിക്കുന്നതായിരുന്നു. അത് ക്ഷയരോഗത്തിന് സമാനമായ ലക്ഷണങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. തൊണ്ടരോഗം ഇത്തരത്തിലൊരു പൊതുവ്യാധിക്കിടയാക്കുമെന്ന് ഏതായാലും ഞാൻ വിശ്വസിക്കുന്നില്ല. അത് പയേമിയെക്കുറിച്ചുള്ള ഓർമ്മയാണ് എന്നിൽ ഉയർത്തുന്നത്. സ്വപ്നത്തിൽ അത് സാരമില്ല എന്നത് ഒരു ആശ്വാസം മാത്രമാകുന്നു. ഇതിന് ഇനി പറയുന്ന വ്യാഖ്യാനം യോജിക്കുമെന്ന് ഞാൻ കരുതുന്നു. രോഗിണിയുടെ വ്യഥകൾ ശാരീരിക അസുഖം നിമിത്തമാണെന്ന സൂചനയാണ് സ്വപ്നത്തിന്റെ അവസാന ഭാഗത്തുള്ളത്. കുറ്റം എന്നിൽ നിന്നും നീക്കിക്കളയാൻ ഞാൻ ഇതിലൂടെ ശ്രമിക്കുകയായിരുന്നുവെന്ന് ഇപ്പോൾ ഞാൻ സംശയിക്കുന്നു. തൊണ്ടരോഗം നിമിത്തമുള്ള ക്ലേശം മാനസിക ചികിത്സയുടെ ദുഷ്ഫലമായി ഉണ്ടായതാണെന്ന് പറയാനാവില്ല. പക്ഷേ എനിക്ക് ഏൽക്കേണ്ടി വരുമായിരുന്ന പഴി ഒഴിവാക്കാനായി മാത്രം സാരമായൊരു രോഗം ഇർമയ്ക്കുണ്ടെന്ന് നിരൂപിച്ചതിന്റെ പേരിൽ എനിക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടു. അത് ക്രൂരമാണെന്ന തോന്നൽ എന്നിൽ ഉളവാക്കിയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇർമയുടെ അസുഖം പെട്ടെന്ന് ഭേദപ്പെടും എന്നൊരു ഉറപ്പ് എനിക്ക് ആവശ്യമായിരുന്നു. അങ്ങനെയാണ് മേൽപ്പറഞ്ഞ പദങ്ങൾ സ്വപ്നത്തിൽ എമ്മിനെ കൊണ്ട് ഞാൻ പറയിപ്പിച്ചത്. ഇവിടെ സ്വപ്നത്തെക്കാൾ ഉയർന്നൊരു സ്ഥാനത്താണ് ഞാൻ എന്നെപ്പറ്റി പറയുന്നത്. അത് വിശദീകരിക്കേണ്ടതുണ്ട്. എന്നാൽ എന്തുകൊണ്ട് ഈ ആശ്വാസം തീർത്തും നിരർത്ഥകമായി പോയി? സ്വപ്നത്തിലെ വയറുകടി, ഡിസെൻട്രി. കുടലുകളിലൂടെ രോഗകാരണമായ വിഷാംശത്തെ നശിപ്പിച്ചു കളയാനാകുമെന്ന ധാരണ നിമിത്തമാണ് സ്വപ്നത്തിൽ ഈ ഒരു ഘടകം കടന്നുകൂടിയത്. ഡോക്ടർ എമ്മിന്റെ വലിച്ചു നീട്ടിയ വ്യാഖ്യാനങ്ങളെ കളിയാക്കാൻ ശ്രമിക്കുകയായിരുന്നോ ഞാൻ? വയറുകടി മറ്റെന്തോ ആണ് യഥാർത്ഥമാക്കുന്നത്. എന്നാൽ മാസങ്ങൾക്ക് മുമ്പ് കുടൽ സംബന്ധമായ ക്ലേശങ്ങളുള്ള ഒരു യുവാവ് ചികിത്സാർത്ഥം എന്നെ സമീപിച്ചു. അനീമിയ, പോഷകക്കുറവ് എന്നൊക്കെയാണ് അയാളെ ചികിത്സിച്ച മറ്റു ഡോക്ടർമാർ രോഗനിർണയം നടത്തിയത്. അത് ഹിസ്റ്റീരിയാണെന്ന് എനിക്ക് ബോധ്യമായി. എന്നാൽ അയാളെ മനഃശാസ്ത്ര ചികിത്സയ്ക്ക് വിധേയമാക്കാൻ ഞാൻ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ അയാളെ കടൽ മാർഗം വിദേശത്തേക്ക് പറഞ്ഞയച്ചു. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അയാളുടെ നിരാശ കലർന്ന ഒരു കത്ത് എനിക്ക് കിട്ടി. തനിക്ക് രോഗമൂർച്ഛ ഉണ്ടായി എന്നാണ് ഈജിപ്തിൽ നിന്നും എഴുതിയ കത്തിൽ അയാൾ വെളിപ്പെടുത്തിയത്. അവിടെ അയാളെ ചികിത്സിച്ച ഡോക്ടറുടെ അഭിപ്രായത്തിൽ അത് വയറുകടിയായിരുന്നു അത്രേ. അജ്ഞാതനായൊരു സഹപ്രവർത്തകന്റെ തെറ്റായ രോഗനിർണയമായിരുന്നു അതെന്ന് ഞാൻ സംശയിക്കുന്നു. ഹിസ്റ്റീരിയെ വയറുകടിയായി അയാൾ തെറ്റിദ്ധരിക്കുകയായിരുന്നിരിക്കണം. എങ്കിലും അത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചതിന്റെ പേരിൽ, അതായത് ഹിസ്റ്റീരിയ ബാധിച്ച ഒരാളെ ഉദരരോഗം കൂടി പിടിപെടുന്ന ഒരു ചുറ്റുപാടിലേക്ക് തള്ളിവിട്ടതിന്റെ പേരിൽ എനിക്ക് സ്വയം പഴിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നത്തിലെ വയറുകടി ഉണ്ടാകും എന്ന് തുടങ്ങുന്ന പ്രസ്താവത്തിലൂടെ ഞാൻ ഡോക്ടർ എമ്മിനെ കളിയാക്കുക തന്നെയായിരിക്കണമെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എന്റെ സഹപ്രവർത്തകനെ കുറിച്ച് ഇത്തരമൊരു കഥ തമാശ രൂപേണ പറഞ്ഞത് ഇപ്പോൾ എന്റെ ഓർമ്മയിലെത്തുന്നു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകന്റെ ചികിത്സയിലായിരുന്ന ഒരു രോഗിണിയുടെ രോഗം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സഹായവും തേടുകയുണ്ടായി. സഹപ്രവർത്തകനോട് മുഷിയാൻ തന്നെ ഡോക്ടർ എം തീരുമാനിച്ചു. രോഗിണിയുടെ മൂത്രത്തിൽ അൽബുമെൻ കണ്ടതിനാൽ അദ്ദേഹം വല്ലാതെ ഉത്കണ്ഠാകുലനായി. എന്നാൽ സഹപ്രവർത്തകൻ ലാഘവത്തോടെ, അത് സാരമില്ല സർ, അൽബുമെൻ മൂത്രത്തിലൂടെ പുറത്തുപോയിക്കൊള്ളും. ഇതിൽ നിന്നും ഒരു കാര്യം സ്പഷ്ടമാകുന്നു. സ്വപ്നഭാഗം
ഹിസ്റ്റീരിയയെക്കുറിച്ച് വിവരമില്ലാത്ത എന്റെ സഹപ്രവർത്തകരെ കളിയാക്കുന്നതിനായുള്ളതാണ്. ഇതിന് ഉറപ്പായി മറ്റൊരു സംശയം എന്റെ മനസ്സിൽ പൊന്തിവരുന്നു. ക്ഷയത്തിൻ്റെതെന്ന് ഡോക്ടർ എമ്മിന് തോന്നിയ തന്റെ രോഗിണിയിൽ, ഇർമയുടെ സ്നേഹിതയിൽ പ്രകടമായ ലക്ഷണങ്ങൾ ഹിസ്റ്റീരിയയുടേതാണെന്ന് ഡോക്ടർ എമ്മിന് അറിയാമായിരുന്നു. അദ്ദേഹം ഹിസ്റ്റീരിയയുടെ സാന്നിധ്യം അംഗീകരിച്ചിരുന്നോ, അതോ യാഥാർത്ഥ്യം കണ്ടറിയുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടോ? എന്നാൽ എന്തുദ്ദേശത്തോടെയായിരുന്നു ഞാൻ ഈ സുഹൃത്തിനെ മോശപ്പെട്ട നിലയിൽ ചിത്രീകരിച്ചത്? ലളിതമായ ഉത്തരമാണ് ഈ ചോദ്യത്തിനുള്ളത്. ഇർമയെപ്പോലെ എന്റെ ചികിത്സാ രീതിയോട് വിയോജിപ്പുള്ള ആളായിരുന്നു ഡോക്ടർ യം. അക്കാര്യം എന്റെ അബോധ മനസ്സിനെ അലട്ടിയിരുന്നിരിക്കണം. ആ അലട്ടലാണ് ഇരുവരോടുമുള്ള പകരം വീട്ടലായി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ഇപ്പോഴും നിനക്ക് പല്ലുവേദനയുണ്ടെങ്കിൽ അത് നിന്റെ തെറ്റുകൊണ്ടുണ്ടായതാണ് എന്ന് ഇർമയോട് പറഞ്ഞതും രോഗനിവൃത്തിയെക്കുറിച്ചുള്ള നിരർത്ഥകമായ കാര്യങ്ങൾ ഡോക്ടർ ഇമ്മിനെ കൊണ്ട് പറയിച്ചതും ഈ പ്രതികാരദാഹത്തിന്റെ പ്രകടനം ആയിരുന്നു. സ്വപ്നത്തിൽ പറയുന്നു, ഈ രോഗബാധ എങ്ങനെയാണ് ഉണ്ടായതെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. വ്യക്തമായ ജ്ഞാനത്തെക്കുറിച്ചുള്ള സ്വപ്നത്തിലെ ഈ സൂചന ശ്രദ്ധേയമാണ്. ഒരു നിമിഷം മുമ്പ് വരെ ഞങ്ങൾക്ക് ഈ രോഗബാധയെക്കുറിച്ച് യാതൊന്നും അറിയില്ലായിരുന്നു. ലിയോപോൾഡാണ് അത് കാട്ടിത്തന്നത്. സ്വപ്നത്തിൽ ഈ അടുത്ത കാലത്ത് അവൾക്ക് സുഖമില്ലാതിരുന്നപ്പോൾ എന്റെ സ്നേഹിതൻ ഓട്ടോ അവൾക്കൊരു ഇഞ്ചക്ഷൻ നൽകിയതായി കാണുന്നുണ്ട്. താൻ ഇർമയുടെ കുടുംബത്തെ സന്ദർശിച്ച വേളയിൽ അടുത്തൊരു ഹോട്ടലിൽ പെട്ടെന്ന് അസുഖം ബാധിച്ച ഒരാൾക്ക് കുത്തിവയ്പ് നടത്തിയതിനെക്കുറിച്ച് ഓട്ടോ എന്നോട് പറഞ്ഞിരുന്നു. കുത്തിവയ്പ്പിനെ കുറിച്ച് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് കൊക്കൈൻ അമിതമായി ഉപയോഗിച്ച ഹതഭാഗ്യനായ ഒരു സുഹൃത്തിനെക്കുറിച്ച് ഓർമ്മ വന്നു. അത് ചെറിയ അളവിൽ ഭക്ഷിക്കാൻ മാത്രമാണ് ഞാൻ നിർദ്ദേശിച്ചത്. എന്നാൽ അയാൾ സ്വയം കൊക്കൈൻ കുത്തിവെക്കുകയാണ് ഉണ്ടായത്. സ്വപ്നത്തിൽ കണ്ട പ്രൊപ്പിയോണിക് ആസിഡ് ഔഷധം ഇതെങ്ങനെ എന്റെ മനസ്സിൽ കടന്നുകൂടിയെന്ന് എനിക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. ഇർമയുടെ ക്ലിനിക്കിൽ ഹിസ്റ്ററി കുറിക്കുകയും അവിടെ പരാമർശിക്കപ്പെടുന്ന സ്വപ്നം കാണുകയും ചെയ്ത രാത്രിക്ക് മുമ്പുള്ള വൈകുന്നേരം എന്റെ ഭാര്യ അനാസസ് എന്നു പേരുള്ള ഒരു കുപ്പി മധുര മദ്യം പൊട്ടിക്കുകയുണ്ടായി. ഒട്ടോ സമ്മാനിച്ചതായിരുന്നു ആ മദ്യം. കൂടെ കൂടെ ഇങ്ങനെ സമ്മാനങ്ങൾ നൽകുന്ന ശീലം ഒട്ടോയ്ക്കുണ്ടായിരുന്നു. വിവാഹിതനാവുന്നതോടെ അയാളുടെ ഈ ദുശ്ശീലം മാറിക്കൊള്ളുമെന്ന് ഞാൻ കരുതുന്നു. ആ മദ്യത്തിന്റെ മണം എനിക്കിഷ്ടമായില്ല. ഛർദി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഫ്യൂസൽ എണ്ണയുടെ മണമായിരുന്നു അത്. ഞാൻ ആ മദ്യം കുടിച്ചില്ല. വേലക്കാർക്ക് അത് കൊടുക്കാമെന്ന് ഭാര്യ നിർദ്ദേശിച്ചു. അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവരെ എന്തിന് വിഷം കുടിപ്പിക്കുന്നു എന്ന് ഞാൻ അവളോട് ചോദിച്ചു. ഫ്യൂസൽ എണ്ണയുടെ, അതായത് അമൈലിന്റെ മണം സ്വപ്നത്തിന്റെ അർത്ഥത്തിലേക്ക് എന്നെ നയിച്ചു. അമൈൽ ആണ് പ്രൊപ്പലിനെ കുറിച്ചും മിഥൈലിനെ കുറിച്ചുമുള്ള ഓർമ്മ എന്നിൽ ഉണർത്തിയത്. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. അമൈൽ മണത്തെ ഞാൻ പ്രൊപ്പൈലിനെ കുറിച്ചാണ് സ്വപ്നത്തിൽ ഓർത്തത്. എന്നാൽ രസതന്ത്രത്തിൽ ഇത്തരം മാറ്റങ്ങൾ അനുവദനീയമാണ്. സ്വപ്നത്തിലെ ട്രിമെഥൈലാമിൻ, സ്വപ്നത്തിൽ ഈ പദാർത്ഥത്തിന്റെ രാസൌഷധ യോഗം ഞാൻ കാണുന്നു. ആയാസകരമായ ഓർമ്മിച്ചെടുക്കലാണിത്. വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമെന്നവണ്ണം ഞാൻ കനത്ത അക്ഷരങ്ങളിലാണ് ആ ഔഷധയോഗത്തിന്റെ നാമം എഴുതി കാണിക്കുന്നത്. ഈ ട്രിമെഥൈലാമിൻ എന്നെ എങ്ങോട്ടാണ് നയിക്കുന്നത്? എന്റെ ഉള്ളിൽ രൂപമെടുക്കുന്ന ആശയങ്ങളെക്കുറിച്ചൊക്കെ അറിയാവുന്ന ഒരു സുഹൃത്തിലേക്കാണ് അതെന്നെ നയിക്കുന്നത്. ആ സുഹൃത്തിന്റെ ചിന്താഗതികളെക്കുറിച്ചും എനിക്ക് നല്ല അറിവുണ്ട്. ഒരു ദിവസം സംസാരിച്ചിരിക്കുമ്പോൾ ലൈംഗിക രസതന്ത്രത്തെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. കൂട്ടത്തിൽ ട്രിമെഥൈലാമിനിൽ ലൈംഗിക പോഷണം നൽകുന്ന പദാർത്ഥം അടങ്ങുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതെന്നെ ലൈംഗികതയിലേക്ക് നയിക്കുന്നു. ഞാൻ ഭേദപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഞരമ്പ് രോഗങ്ങളുടെ നിദാനം ലൈംഗികപരമായ മാനസികാഘാതങ്ങളാണെന്ന നിലപാടാണ് എന്റേത്. ഇർമ യുവതിയായ വിധവയാണ്. ഇർമയ്ക്ക് പകരം എന്റെ സ്വപ്നത്തിൽ കടന്നുവന്ന അവളുടെ സ്നേഹിതയും ചെറുപ്പം വിട്ടുമാറാത്ത വിധവയാണ്. ഈ ഔഷധയോഗത്തിന് സ്വപ്നത്തിൽ ഇത്രയ്ക്ക് പ്രാധാന്യം എന്തുകൊണ്ടുണ്ടായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ ഒരൊറ്റ വാക്കിന് ചുറ്റും നിരവധി സുപ്രധാന കാര്യങ്ങൾ അണിനിരക്കുന്നു. ട്രിമെഥൈലാമിൻ രണ്ട് കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. സുപ്രധാന സംഗതിയായ ലൈംഗികതയിലേക്ക് വിരൽ ചൂണ്ടുന്നതോടൊപ്പം അത് എന്റെ ഉറ്റ സുഹൃത്തിനെ കുറിച്ചുള്ള ഓർമ്മയും എന്നിൽ ഉണർത്തുന്നു. എന്റെ അഭിപ്രായങ്ങളെ പിന്താങ്ങാൻ ആരുമില്ലാതെ വരുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അത്തരം സന്ദർഭങ്ങളിൽ ഈ സ്നേഹിതൻ അനുതാപപൂർവ്വം പെരുമാറാറുണ്ട്. ഇക്കാര്യം ഓർക്കുമ്പോഴൊക്കെ എന്റെ മനസ്സിൽ കൃതജ്ഞത നിറയുന്നു. എന്റെ ജീവിതത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഈ സുഹൃത്ത് ഇവിടെ പരാമർശിക്കുന്ന സ്വപ്നത്തിലെ ആശയങ്ങളെ കൂട്ടിയിണക്കാൻ സഹായിക്കില്ലേ? തീർച്ചയായും. മൂക്കിലെ വ്രണങ്ങളെയും വീക്കങ്ങളെയും കുറിച്ച് അദ്ദേഹത്തിന് സവിശേഷ ജ്ഞാനമുണ്ട്. മൂക്കിലെ മുഴകൾക്ക് സ്ത്രീകളുടെ ലൈംഗിക അവയവങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പല അറിവുകളും ഇദ്ദേഹം ശാസ്ത്രത്തിന് നൽകിയിട്ടുണ്ട്. ഇവിടെ ഇർമയുടെ തൊണ്ടയിലെ 3 മുഴകളെക്കുറിച്ച് ഓർക്കുക. ഇർമയുടെ വയറു രോഗത്തിന് മൂക്കുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നറിയുന്നതിനായി ഞാൻ അദ്ദേഹത്തെ കൊണ്ട് അവളെ പരിശോധിപ്പിച്ചു. എന്നാൽ അദ്ദേഹത്തിനും മൂക്ക് പഴുക്കുന്ന രോഗമുണ്ട്. അതെന്നിൽ ഉത്കണ്ഠ ഉയർത്തുന്നു. അതിൽ പയോമിയെക്കുറിച്ചുള്ള സൂചന ഉണ്ടാകാം. സ്വപ്നത്തിൽ പറയുന്നു, ഇത്തരം കുത്തിവയ്പ്പുകൾ വീണ്ടും വിചാരത്തോടെ മാത്രമേ ചെയ്യാവൂ. ഇവിടെ സ്നേഹിതനായ ഓട്ടോയാണ് ഞാൻ കുറ്റപ്പെടുത്തുന്നത്. എനിക്കെതിരെ നിലപാടെടുക്കുന്നുവെന്ന് വാക്കാലും നോക്കാലും അദ്ദേഹം അന്ന് വൈകുന്നേരം സൂചിപ്പിച്ചിരുന്നു. ഇതുകൊണ്ടാകണം
എത്ര എളുപ്പത്തിലാണ് അയാൾ സ്വാധീനത്തിൽ വീണു പോകുന്നത്, എത്ര നിരുത്തരവാദപരമായിട്ടാണ് അയാൾ തീർപ്പ് കൽപ്പിക്കുന്നത് എന്ന വാചകം ഉതിർന്നു വീണത്. ഈ വാചകം നിരുത്തരവാദപരമായി കൊക്കൈൻ കുത്തിവയ്പ് നടത്തിയത് മൂലം മരിച്ചുപോയ സുഹൃത്തിനെ ഓർമ്മിപ്പിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊക്കൈൻ കുത്തിവയ്ക്കാൻ ഞാൻ നിർദ്ദേശിച്ചിരുന്നില്ല. ഞാൻ വെറുതെ പഴിക്കപ്പെട്ടതിന് പ്രതികാരമായാണ് ഒട്ടോയെ ഞാൻ ശകാരിച്ചത് എന്നെനിക്ക് തോന്നുന്നു. ഇവിടെ എന്റെ മനസാക്ഷി കുത്തിനെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. സ്വപ്നത്തിലെ സിറിഞ്ച് വൃത്തിയുള്ളതായിരിക്കില്ല എന്ന തോന്നൽ. ഇത് ഓട്ടോയ്ക്കെതിരെയുള്ള മറ്റൊരു ആരോപണമാണ്. പക്ഷേ അതിന്റെ ഉറവിടം വേറെവിടെയോ ആണ്. തലേദിവസം നിത്യവും കറുപ്പ് രസത്തിന്റെ 2 കുത്തിവയ്പ് നടത്തിയിരുന്ന 86-കാരിയായ ഒരു വൃദ്ധയുടെ മകനെ ഞാൻ കാണാനിടയായി. അപ്പോൾ അവർ നാട്ടുമ്പുറത്ത് വിശ്രമിക്കുകയാണ്. അവർക്കിപ്പോൾ ഫ്ലൈബിറ്റിസ് രോഗമാണെന്ന് ഞാൻ കേട്ടു. വൃത്തിയില്ലാത്ത സിറിഞ്ച് ഉപയോഗിച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് ഞാൻ വിചാരിച്ചു. 2 വർഷമായി ഞാൻ അവർക്ക് ഒരൊറ്റ ഇഞ്ചക്ഷൻ പോലും നൽകിയിട്ടില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ കാര്യവുമായിരുന്നു. വൃത്തിയുള്ള സിറിഞ്ച് ഉപയോഗിക്കുന്ന കാര്യത്തിൽ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. അത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്തുന്ന പക്ഷം എന്റെ മനസാക്ഷി എന്നെ കുത്തി നോവിപ്പിക്കുമായിരുന്നു. ഫ്ലൈബിറ്റിസിൽ നിന്നും ഞാൻ ഭാര്യയിലേക്ക് മടങ്ങി വന്നു. ഗർഭിണിയായിരിക്കുമ്പോൾ അവൾക്ക് ഒരിക്കൽ നാഡീരക്ത പ്രതിബന്ധനം എന്ന രോഗം, ത്രോംബോസിസ്, ഉണ്ടായിരുന്നു. ഇപ്പോൾ പരസ്പര ബന്ധമുള്ള ഈ 3 അവസ്ഥകളും എന്റെ ഓർമ്മയിൽ ഓടിയെത്തുന്നു. ഈ ഒരു പരസ്പര ബന്ധം നിമിത്തമാണ് ഇർമയെയും ഭാര്യയെയും മാറ്റിൽഡയെയും ഞാൻ സ്വപ്നത്തിൽ പരസ്പരം കണ്ടത്. ഞാൻ എന്റെ സ്വപ്ന വ്യാഖ്യാനം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇവിടെ ഒരു അടിക്കുറിപ്പുണ്ട്. ഇതൊരു വ്യാഖ്യാനമാണെന്ന് അംഗീകരിച്ചില്ലെങ്കിൽ പോലും ഈ സ്വപ്നത്തെക്കുറിച്ച് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെ ഇവിടെ ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് വായനക്കാർ അറിയണം. പുസ്തകം തുടരുന്നു. ഈ വ്യാഖ്യാന വേളയിൽ സ്വപ്നത്തിന്റെ ഉള്ളടക്കവും അതിനു പിന്നിലെ സ്വപ്ന ചിന്തകളും തമ്മിലുള്ള താരതമ്യത്തിൽ നിന്നും വെളിപ്പെടുത്തുന്ന ആശയങ്ങൾ ഒഴിവാക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഈ വ്യാഖ്യാനത്തിനിടയ്ക്ക് സ്വപ്നത്തിന്റെ അർത്ഥം എനിക്ക് ബോധ്യപ്പെട്ടു. ഈ സ്വപ്നത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അത് നിരവധി ഇച്ഛകളെ സഫലീകരിക്കുന്നു. തലേന്ന് സായാഹ്നത്തിലെ ചില സംഭവങ്ങളാണ് ആ ഇച്ഛകൾ എന്നിൽ ഉളവാക്കിയത്. ആ സംഭവങ്ങളിൽ ഒട്ടോവിന്റെ അറിയിപ്പും ക്ലിനിക്കൽ ചരിത്ര രചനയും ഉൾപ്പെടുന്നു. ഇർമ ഇപ്പോഴും അനുഭവിക്കുന്ന വേദനയ്ക്ക് എന്നെയല്ല ഒട്ടോയാണ് പഴിക്കേണ്ടത് എന്ന് സ്ഥാപിക്കാനായി എന്നതാണ് സ്വപ്നഫലം. തലേന്ന് ഇർമയുടെ അസുഖത്തെക്കുറിച്ച് സംസാരിച്ച ഓട്ടോ എന്നെ ചുണ്ടി പിടിപ്പിച്ചിരുന്നു. സ്വപ്നം ഒരർത്ഥത്തിൽ പകരം വീട്ടലും രോഗമൂർച്ചയുടെ ഉത്തരവാദിത്വം ഒട്ടോയിൽ ആരോപിക്കലും ആയിരുന്നു. മറ്റു കാരണങ്ങളാലാണ് അസുഖമുണ്ടായത് എന്ന് സൂചിപ്പിച്ച ഞാൻ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു. സ്വപ്നം എന്റെ ഉള്ളിലെ അഭിലാഷങ്ങളുടെ പ്രതിഫലനമാണ്. ആ അഭിലാഷങ്ങളുടെ സാക്ഷാത്കാരമാണ് സ്വപ്നത്തിന്റെ യഥാർത്ഥ ഉള്ളടക്കം. ആദ്യ വീക്ഷണത്തിൽ ഇത്രയൊക്കെ വ്യക്തമാകുന്നു. എന്നാൽ ഇച്ഛാപൂർണത്തിന്റെ വീക്ഷണകോണിലൂടെ വീക്ഷിച്ചാൽ മറ്റു ചില സൂക്ഷ്മ വിവരങ്ങളും വെളിപ്പെടും. എനിക്കെതിരെ നിലകൊണ്ടതിന്റെയും നാറ്റം വമിക്കുന്ന മദ്യം സമ്മാനിച്ചതിന്റെയും പേരിൽ ഞാൻ ഓട്ടോയോട് പകരം വീട്ടി. പ്രൊപ്പൈൽ ഔഷധത്തിൽ 2 കാര്യങ്ങൾ ഒന്നിക്കുന്നുണ്ട്: ചികിത്സയിലെ ശ്രദ്ധക്കുറവും മദ്യത്തിന്റെ നാറ്റവും. എന്നിട്ടും എന്റെ പ്രതികാര വാഞ്ച ശമിക്കുന്നില്ല. ഒട്ടോയേക്കാൾ അയാളുടെ സഹപ്രവർത്തകൻ ആശ്രയിക്കാവുന്നവനാണ് എന്ന് സൂചിപ്പിക്കുന്ന ഞാൻ ഒട്ടോയെ പരോക്ഷമായി അധിക്ഷേപിക്കുകയാണ്. നിങ്ങളെക്കാൾ ഞാൻ അയാളെ ഇഷ്ടപ്പെടുന്നു എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഒട്ടോയിൽ മാത്രം എന്റെ പ്രതികാര വാഞ്ച ഒതുങ്ങുന്നില്ല. ഇർമയുടെ സ്ഥാനത്ത് അവളേക്കാൾ തിരിച്ചറിവും അനുസരണശീലവുമുള്ള ഒരുവളെ കാണുന്ന ഞാൻ എന്റെ നിർദ്ദേശങ്ങളെ മാനിക്കാത്ത രോഗിണിയെ കുറ്റപ്പെടുത്തുകയാണ്. ഡോക്ടർ എമ്മിനെയും ഞാൻ വെറുതെ വിടുന്നില്ല. വയറുകടിയെക്കുറിച്ചുള്ള എമ്മിന്റെ പരാമർശം എടുത്തുകാട്ടുന്ന ഞാൻ ഇർമയുടെ രോഗത്തിന്റെ കാര്യത്തിൽ എമ്മിന്റെ നിലപാട് ഒരു വിവരദോഷിയുടേതാണ് എന്ന് സൂചിപ്പിക്കുകയാണ്. ഡോക്ടർ എമ്മിനെ വിട്ട് അദ്ദേഹത്തെക്കാൾ അറിവുള്ള ഒരാളിലേക്ക് ഞാൻ കൂറുമാറുകയാണ്. ത്രിമെഥൈലിനെ കുറിച്ച് സൂചിപ്പിച്ച സുഹൃത്തിലേക്കാണ് ഞാൻ അങ്ങനെ കൂറുമാറുന്നത്. ഇർമയിൽ നിന്നും അവളുടെ സ്നേഹിതയിലേക്കും ഒട്ടോയെ വിട്ട് ലിയോപോളിലേക്കും മാറിയതുപോലുള്ള കൂറുമാറ്റമാണിത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതാണെന്ന് തോന്നിപ്പോകും. ഈ 3 ആളുകളെയും മാറ്റി അവരുടെ സ്ഥാനത്ത് ഞാൻ തിരഞ്ഞെടുക്കുന്ന 3 ആളുകളെ നിർത്തുക. അങ്ങനെ ചെയ്താൽ അർഹിക്കാത്ത ആരോപണങ്ങളിൽ നിന്നും ഞാൻ മുക്തനാകും. ഈ ആരോപണങ്ങളുടെ യുക്തിരാഹിത്യം സ്വപ്നത്തിൽ വ്യക്തമാകുന്നുണ്ട്. എന്റെ ചികിത്സാവിധി സ്വീകരിക്കാൻ തയ്യാറാകാത്തതിനാലാണ് ഇർമയ്ക്ക് വേദന സഹിക്കേണ്ടി വരുന്നത്. അതിനാൽ ഞാൻ പഴി അർഹിക്കുന്നില്ല. അത് ശാരീരിക വേദനയാകയാൽ മാനസിക ചികിത്സ കൊണ്ട് അതിനെ ഭേദപ്പെടുത്താനാവില്ല. വൈധവ്യം നിമിത്തമാണ് ഇർമ വിഷമിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കാം. ത്രിമെത്രൈമൻ ഓർക്കുക. ആ അവസ്ഥയിൽ മാറ്റം വരുത്താൻ എനിക്കാവുകയുമില്ല. ഒട്ടോയുടെ അശ്രദ്ധമായ കുത്തിവയ്പ്പിനെ തുടർന്നാണ് അവൾക്ക് അസുഖമുണ്ടായത്. തെറ്റായ ഔഷധം ഞാൻ ഒരിക്കലും കുത്തിവയ്ക്കുമായിരുന്നില്ല. എന്റെ വൃദ്ധരോഗിണിക്ക് ഫ്ലൈബിറ്റിസ് ഉണ്ടായതുപോലെ അശുദ്ധമായ സിറിഞ്ച് ഉപയോഗിച്ച് കുത്തിവെച്ചതിനെ തുടർന്നാണ് ഇർമയ്ക്ക് രോഗമൂർച്ച ഉണ്ടായത്. സിറിഞ്ച് വൃത്തിയുള്ളതാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ കുത്തിവയ്പ് നടത്താറുള്ളൂ. ഇർമയുടെ അസുഖത്തെക്കുറിച്ചുള്ള ഈ വിശദീകരണങ്ങൾ എന്നെ
കുറ്റവിമുക്തനാക്കുന്നതിൽ യോജിക്കുന്നുണ്ടെങ്കിലും അവയ്ക്ക് തമ്മിൽ പരസ്പരം യോജിപ്പില്ലെന്ന് എനിക്കറിയാം. അവ പരസ്പരം വൈരുദ്ധ്യം പുലർത്തുന്നവയാണ്. കടം വാങ്ങിയ പാത്രം കേടായ രീതിയിൽ തിരിച്ചു കൊടുക്കുന്നയാൾ നൽകുന്ന ന്യായീകരണത്തോട് സമാനമായ വ്യാഖ്യാനമാണിത്. ആദ്യം അയാൾ പറയും കേടുകൂടാതെയാണ് പാത്രം തിരിച്ചു കൊടുത്തതെന്ന്. ഉടമസ്ഥൻ അത് വകവെച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾ സ്വരം മാറ്റും. കടം വാങ്ങിയ സമയത്ത് തന്നെ അതിൽ സുഷിരങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അയാൾ പറയും. താൻ പാത്രം കടം വാങ്ങിയിട്ടേ ഇല്ലെന്നാകും മൂന്നാമത്തെയാൾ പറയുക. ഇതൊരു കുഴഞ്ഞൊരു പ്രതിരോധ രീതിയാണ്. പക്ഷേ ഈ 3 ന്യായീകരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ശരിയെന്ന് അംഗീകരിക്കപ്പെട്ടാൽ അയാൾ കുറ്റവിമുക്തനാക്കപ്പെടും എന്നും ഓർക്കുക. മറ്റ് പല സംഗതികളും സ്വപ്നത്തിൽ പങ്കുവഹിക്കുന്നുണ്ട്. എന്നാൽ അവയ്ക്ക് ഇർമയുടെ ചികിത്സയിലുള്ള എന്റെ ഉത്തരവാദിത്വവുമായി അടുത്തു ബന്ധമില്ല. പുത്രിയുടെ അസുഖം, അവളുടെ പേരുള്ള രോഗിണി, കൊക്കൈൻ വരുത്തിവെച്ച വിന, ഈജിപ്തിൽ യാത്രയിലായിരുന്ന രോഗിയുടെ വ്യാധി, ഭാര്യയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ, സഹോദരൻ, മൂക്കട്ട രോഗിയായ സുഹൃത്തിനെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്നിവയൊക്കെ സ്വപ്നത്തെ ഭാഗികമായെങ്കിലും സ്വാധീനിച്ച ഘടകങ്ങളാണ്. മൊത്തത്തിൽ വീക്ഷിച്ചാൽ അവയെ ഇങ്ങനെ വിശേഷിപ്പിക്കാനാവും: സ്വന്തം ആരോഗ്യത്തെക്കുറിച്ചും മറ്റുള്ളവരുടെ ആരോഗ്യത്തെക്കുറിച്ചുമുള്ള ഉത്കണ്ഠയും തൊഴിൽപരമായ മനസ്സാക്ഷിയും. ഇർമയുടെ രോഗമൂർച്ഛയെക്കുറിച്ച് ഓട്ടോ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണർന്ന അവ്യക്തമായ നീരസത്തെക്കുറിച്ച് ഞാൻ ഓർക്കുന്നു. അതിനുശേഷം സ്വപ്നഭാഗമായ ചിന്താശ്രേണിയിൽ ആ വികാരത്തെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചു. ഓട്ടോ എന്നോട് ഇങ്ങനെ പറഞ്ഞുവെന്നാണ് എനിക്ക് തോന്നിയത്: നിങ്ങൾ ചികിത്സകന്റേതായ കർത്തവ്യങ്ങൾ കാര്യമായി എടുക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സാക്ഷിയില്ല, നിങ്ങൾ വാഗ്ദാനങ്ങൾ നിറവേറ്റുന്നില്ല. അതിനുശേഷം രോഗികളുടെയും ബന്ധുമിത്രാദികളുടെയും ആരോഗ്യത്തെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠയും എന്തെങ്കിലും പിഴച്ചുപോയാൽ മനസ്സാക്ഷിക്കുത്തുണ്ടാകുന്ന വേദനയുമൊക്കെ തെളിയിക്കണമെന്ന് എനിക്ക് തോന്നി. സ്വപ്നത്തിൽ അല്പം വേദനാകരമായ സംഗതികളുമുണ്ട്. സ്വയം നിരപരാധിയാണെന്ന് സ്ഥാപിക്കുന്നതോടൊപ്പം ഒട്ടോയെ തെറ്റുകാരനായി ചിത്രീകരിക്കണമെന്ന ഉദ്ദേശവും എനിക്കുണ്ടെന്ന് അത് തെളിയിക്കുന്നു. സ്വപ്നം ആകപ്പാടെ നിഷ്പക്ഷമാണ്. എന്നാൽ ഇർമയുടെ രോഗത്തിന്റെ കാര്യത്തിൽ എൻ്റെ നിർദോഷിത്വം തെളിയിക്കാനുള്ള ഉദ്യമം അതിൽ സ്പഷ്ടമാണ്. ഈ സ്വപ്നത്തിന്റെ അർത്ഥം പൂർണ്ണമായി വ്യാഖ്യാനിച്ചുവെന്നോ ഈ വ്യാഖ്യാനം കുറ്റമറ്റതാണെന്നോ ഞാൻ അവകാശപ്പെടുന്നില്ല. ഈ വ്യാഖ്യാനത്തെ ഇനിയും എനിക്ക് വലിച്ചു നീട്ടാനാകും. ഇതിൽ നിന്നും പുത്തൻ വ്യാഖ്യാനങ്ങൾ സൃഷ്ടിക്കാനും ഈ സ്വപ്നം ഉന്നയിക്കുന്ന മറ്റു പ്രശ്നങ്ങൾക്ക് മറുപടി കണ്ടെത്താനും എനിക്ക് കഴിയും. വേറെയും മാനസിക സംയോഗങ്ങൾ കണ്ടെത്തുന്നതിന് ഉപകരിക്കുന്ന സൂചനകൾ ഇതിൽ നിന്ന് ചികഞ്ഞെടുക്കാനുമാകും. സ്വന്തം സ്വപ്നത്തെ വിശദീകരിക്കുമ്പോൾ ഒരാൾക്ക് നിരവധി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചില സൂക്ഷ്മ അംശങ്ങൾ വിട്ടുകളയാൻ ഞാൻ നിർബന്ധിതനാകുന്നു. ഇങ്ങനെയുള്ള മറച്ചുവെക്കലിനെ നിന്ദിക്കുന്നവർ സ്വന്തം കാര്യത്തിൽ തുറന്ന സമീപനം പുലർത്താൻ ശ്രമിച്ചു നോക്കണം. അപ്പോഴറിയാം അതല്പം കട്ടിയുള്ള കാര്യമാണെന്ന്. തൽക്കാലം ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി എന്നതുകൊണ്ട് തന്നെ ഞാൻ സംതൃപ്തനാണ്. ഇവിടെ അനുവർത്തിക്കപ്പെട്ട സ്വപ്ന വ്യാഖ്യാന രീതി പിന്തുടർന്നാൽ സ്വപ്നത്തിന് അർത്ഥമുള്ളതായി കണ്ടെത്താനാകും എന്നതാണ് അത്. ഈ വിഷയം കൈകാര്യം ചെയ്യുന്നവർ അഭിപ്രായപ്പെടുന്നത് പോലെ ഇത് വികലമായ മനസ്സിന്റെ പ്രവർത്തനമല്ല എന്ന് സ്ഥാപിക്കുന്നതിൽ ഞാൻ വിജയിച്ചു. വ്യാഖ്യാന പ്രക്രിയ പൂർത്തിയാകുമ്പോൾ സ്വപ്നം ഒരു ഇച്ഛാപൂരണമാണെന്ന് ബോധ്യമാകും. ഇവിടെ ഈ പുസ്തകത്തിന്റെ 2ാമത്തെ അധ്യായം അവസാനിക്കുകയാണ്. അടുത്ത അധ്യായം സ്വപ്നം ഇച്ഛാപൂരണമാണ്.